സോറി ട്ടാ, 2-3 മിനിറ്റ് വൈകി. ഒരു ചെറുതായിട്ടൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോയതാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. മോർണിംഗ്. ക്ലാസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയതാ. സോറി ട്ടാ, ക്ഷമിക്കണം. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തു തുടങ്ങിയത് ഇൻഷുറൻസിന്റെ ചാപ്റ്റർ ആണ് അല്ലെ? മെഡിക്കൽ ഇൻഷുറൻസ് വായിച്ചൊക്കെ നോക്കിയോ? വായിച്ചു നോക്കിയാ അല്ലേ? ഇൻഷുറൻസ് അല്ലേ നമ്മൾ എടുത്ത? ക്ലാസ് മാറി കയറിയതല്ലോ ഞാൻ. ആ അങ്ങനെ. ഓക്കെ, അപ്പൊ നമ്മള് കുറച്ച് കാര്യങ്ങളൊക്കെ മെഡിക്കൽ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എവിടെ വരെ എടുത്തേന്ന് വല്ല ഓർമ്മയുണ്ടോ? എവിടെ വരെ എടുത്തു? 2 പേജ് എടുത്തു അല്ലെ? 2 പേജല്ലേ എടുത്തേ? ആംബുലൻസ് ചാർജസ് തൊട്ട്. ഓക്കെ, ആ ആംബുലൻസ് ചാർജസ്. അതെ, നമ്മള് എക്സ്പെൻസസ് കവേർഡ് ബൈ ഹെൽത്ത് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസിന്റെ കവറേജിനകത്ത് കൊടുക്കുന്ന ചെലവുകൾ ആ ഒരു കവറിൽ, അതായത് ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ആളുകൾക്ക് ഹോസ്പിറ്റലൈസേഷൻ അല്ലെങ്കിൽ മെഡിക്കൽ എക്സ്പെൻസസുകൾ എന്തൊക്കെയാണ് മീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയുള്ള എക്സ്പെൻസുകളാണ് മീറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു 3 നമ്മൾ പറഞ്ഞു, ഇനിയും ഒരു 3 കൂടി ഉണ്ട് ബാക്കി. അല്ല, 4 പറഞ്ഞു അല്ലെ? 3 കൂടി ബാക്കിയുണ്ട്. അപ്പൊ നമ്മൾ അതിന് മുമ്പ് തന്നെ എന്താണ് മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞു. മെഡിക്കൽ ഇൻഷുറൻസ് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് the insurance that covers the expenses which is caused by diseases, accidents or injuries അല്ലെ? പലതരത്തിലുള്ള മുറിവുകൾ അല്ലെങ്കിൽ ആക്സിഡന്റുകൾ അല്ലെങ്കിൽ രോഗങ്ങൾ ഇതുമൂലം ഉണ്ടാകുന്ന മെഡിക്കൽ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്നതാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതിനകത്ത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടേമുകൾ, ഇൻഷുറൻസ് എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് പുതിയ ടേമുകൾ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ടേമുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. എന്തൊക്കെ ടേമിനെ കുറിച്ചാണ് പറഞ്ഞത്? ഓർമ്മയുണ്ടോ എല്ലാവർക്കും? പഠിച്ചതൊക്കെ നമ്മളിവിടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ? വായിച്ചു കൂടി നോക്കിയപ്പോ എന്തെങ്കിലും ഡൗട്ടുകളോ ഒന്നുമില്ലല്ലോ? ക്ലിയർ ആയിട്ട് മനസ്സിലായ കാര്യമല്ലേ എല്ലാം? ഓക്കെ, അപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് ടേമുകൾ പരിചയപ്പെട്ടത്. ഒന്ന്, ഹെൽത്ത് ഇൻഷുറൻസ് എന്താണ്? ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള there are 2 parties, 2 പാർട്ടീസ് എന്ന് നമ്മൾ പറഞ്ഞു. they are insured and insurer, ഇൻഷുർഡും ഇൻഷുററും. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ക്ലെയിം അല്ലെ? the request which is made by the insured by the insurance company, ഇൻഷുറൻസ് കമ്പനിയോട് ഇൻഷുർഡ് നടത്തുന്ന റിക്വസ്റ്റ് for the payment or for the compensation. ഏതെങ്കിലും തരത്തിലുള്ള ലോസ് ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു ലോസിന് വേണ്ടിയിട്ടുള്ള പരിഹാരം തരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ഇൻഷുർഡ് ഇൻഷുറൻസ് കമ്പനിയോട് നടത്തുന്ന റിക്വസ്റ്റിനെയാണ് നമ്മൾ ഇൻഷുറൻസ് ക്ലെയിം എന്ന് വിളിക്കുക. പിന്നെ പ്രീമിയം എന്താണെന്ന് പറഞ്ഞു. the amount which is paid by the insured to the insurance company. റെഗുലർലി ആയിട്ട് ഹാഫ് ഇയർലിയോ അല്ലെങ്കിൽ മന്ത്ലിയോ ഇയർലിയോ ഒക്കെ ആയിട്ട് ഇൻഷുറർക്ക് അടയ്ക്കുന്ന കാശ് അല്ലെ? പേയ്മെന്റ് എമൗണ്ട്, അതിനെയാണ് നമ്മൾ പ്രീമിയം എന്ന് വിളിക്കുക. അപ്പൊ പ്രീമിയം എന്താന്ന് പറഞ്ഞു. ക്ലെയിം 2 രീതിയിലുണ്ട്. 2 രീതിയിലല്ല, 2 കാര്യങ്ങൾ ഉൾപ്പെടുന്ന ക്ലെയിമുകൾ ഉണ്ട്. ഫസ്റ്റ് പാർട്ടി ക്ലെയിമും തേർഡ് പാർട്ടി ക്ലെയിമും. അത് നമ്മൾ എന്താന്ന് പറഞ്ഞു. So there are some exclusions which are not listed in the insurance coverage. ഇൻഷുറൻസ് കവറേജിന്റെ ലിസ്റ്റിൽ പെടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് എക്സ്ക്ലൂഷൻസ് എന്നാണ്. അതെന്താന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ മെഡിക്ലെയിം ഇൻഷുറൻസ് അത് എപ്പോഴൊക്കെയാണ് നമുക്ക് കിട്ടുക? ഇൻ ദ കേസ് ഓഫ് സഡൻ ഇൽനെസ്, ഇൻ ദ ഇവന്റ് ഓഫ് an accident and in case of any surgery. ഏതെങ്കിലും തരത്തിലുള്ള പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങൾ, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന പല ആക്സിഡന്റുകൾക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സർജറീസ്, ഇതിലൊക്കെയാണ് നമുക്ക് മെഡിക്ലെയിം ഇൻഷുറൻസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇൻഷുറൻസ് കമ്പനികളുടെ കുറച്ച് പേരുകൾ പഠിച്ചു. എന്ത് നേട്ടമാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇൻഷുറൻസ് എടുക്കുന്നത് കൊണ്ട് ഉള്ളത്, അല്ലെങ്കിൽ ഇൻഷുറൻസ് സ്കീമിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കൊണ്ട് what are the advantages, നമുക്കുള്ള നേട്ടം എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നീടാണ് നമ്മൾ എക്സ്പെൻസസ് കവേർഡ് അണ്ടർ ഇൻഷുറൻസ്, ഇൻഷുറൻസിൽ കവർ ചെയ്യുന്ന ചെലവുകൾ. അതിന് നമ്മൾ 4 പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, ഇൻ പേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ. The patients those who are hospitalized may get the coverage. താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങൾക്ക് കവറേജ് ഇൻ പേഷ്യൻസിന്, ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള
പേഷ്യൻസിന് കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞു. റൂം റെന്റ്, നഴ്സിംഗ് എക്സ്പെൻസസ്, ICU ചാർജസ്, ഡോക്ടർ കൺസൾട്ടേഷൻ, സർജറീസ് ആൻഡ് ഓൾസോ സം അതർ കോസ്റ്റ് ലൈക്ക് സർജിക്കൽ ടൂൾസ്, ഡയഗ്നോസ്റ്റിക് മെറ്റീരിയൽസ് അല്ലെ. ഇത്തരം സാധനങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്ന് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ തന്നെ ഫാർമസിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഭയങ്കര കാശൊക്കെ അതിനൊക്കെ വേണ്ടി വരും. അപ്പൊ അതൊക്കെ ചിലപ്പോൾ സഫർ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ കൂടി വേണ്ടിയിട്ടാണ് ഇത്തരം ചെലവുകളെല്ലാം തന്നെ ഇൻ ഹോസ്പിറ്റലൈസേഷൻ ആയിട്ടുള്ള പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന കവറേജുകളാണ്. പിന്നെ നമ്മൾ പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് പറഞ്ഞു, അത് കവർ ചെയ്യുന്നത് പറഞ്ഞു. പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസും കവർ ചെയ്യുന്നത് പറഞ്ഞു. ആംബുലൻസ് ചാർജസും ഓൾസോ for shifting the patient from the spot of any injuries, accidents or diseases to the hospital. അല്ലെ, നമുക്കറിയാം ഹോസ്പിറ്റലിലേക്ക് ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് നിന്ന് ഇപ്പൊ രോഗികളായി കിടക്കുന്ന ആളുകളെ വീടുകളിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ ആക്സിഡന്റുകൾ പോലെയുള്ള ഇൻസിഡന്റുകൾ ഉണ്ടാകുമ്പോൾ ആ സ്ഥലത്ത് നിന്ന് ഹോസ്പിറ്റൽസിലേക്ക് എത്തിക്കാൻ ചിലപ്പോൾ കുറച്ച് കൂടുതൽ ഓട്ടോ ഒക്കെ വണ്ടിക്ക് വേണ്ടി വരും, ആംബുലൻസിന്. സോ അതിനുണ്ടാകുന്ന ചാർജസും ഒക്കെ met by the insurance company. അതൊക്കെ മെഡിക്ലെയിം ഇൻഷുറൻസിന്റെ കവറേജിൽ വരുന്നതാണ്. ഐ തിങ്ക് ഇവിടെ വരെയാണ് നമ്മൾ എടുത്തത്. എല്ലാവരും ഇവിടെ വരെ എത്തിയോ? വായിച്ചു പഠിച്ചൊക്കെ ഇവിടെ എത്തിയോ? സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണോ അല്ലേ? ഓ മൈ ഗോഡ്, ആരും മിണ്ടല്ല, മിണ്ടാൻ പറ്റിയവരാരും ഇല്ല. യെസ്, അതെ. ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പൊ നമ്മൾ ഇനി അടുത്തത് എന്ത് എക്സ്പെൻസ് ആണ് മെഡിക്ലെയിം ഇൻഷുറൻസിൽ കവർ ചെയ്യുന്നത്? ഡേ കെയർ ട്രീറ്റ്മെന്റ് ആണ്. ഡേ കെയർ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡേ കെയർ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ മറ്റേ നമ്മളുടെ കൊച്ചുങ്ങളെ കൊണ്ടുപോയി നിർത്തുന്ന ഡേ കെയർ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് ഡെയിലി കെയർ വിച്ച് ഈസ് പ്രൊവൈഡഡ് ടു ദ പേഷ്യൻസ്. അതായത് പേഷ്യൻസിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡെയിലി വന്നു പോകുന്ന പേഷ്യൻസ് ആണെങ്കിലും അവർക്കൊക്കെ കുറെ എന്താ പറയാ ഇടയ്ക്ക് ഒരുപാട് ചാർജസ്, ഡേ ടു ഡേ എക്സ്പെൻസുകൾ അവർക്ക് മീറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ എക്സ്പെൻസുകളും വിൽ ബി അണ്ടർടേക്കൺ ബൈ ദ ഇൻഷുറൻസ് കമ്പനി. ഇൻഷുറൻസ് കമ്പനി അത്തരം ചെലവുകളെല്ലാം തന്നെ ഏറ്റെടുക്കുന്നതാണ്. ആ ഡേ കെയർ ഫെസിലിറ്റി ഫോർ ലെസ് ദാൻ 24 hours, 24 ഹവേഴ്സിനേക്കാള് കുറവുള്ള രീതിയിലുള്ള ഡേ കെയർ എക്സ്പെൻസുകൾ ഒക്കെ ഈ പറയുന്ന ഇൻപേഷ്യന്റുകൾക്ക് കൊടുക്കുന്ന എന്താ പറയാ കവറേജിനകത്ത് പെട്ടതാണ്. അപ്പൊ ഡേ കെയർ ട്രീറ്റ്മെന്റും ഹെൽത്ത് പ്ലാനില് ഇൻക്ലൂഡഡ് ആണ്. എന്തൊക്കെ എക്സ്പെൻസസ് ആണ് ഇൻഷുറൻസിന്റെ കവറേജിൽ വരുന്നതെന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഹെഡിങ് നോക്കിയിട്ട് വേണം നമ്മൾ കണക്ട് ചെയ്ത് കാര്യങ്ങൾ പഠിക്കാൻ. അല്ലാതെ ഹെഡിങ് പഠിക്കാതെ നമ്മൾ പറയുമ്പോൾ ഇത് തന്നെയുള്ള നേരത്തെ പറഞ്ഞു, ഇത് തന്നെയുള്ള നേരത്തെ പറഞ്ഞു എന്ന് വിചാരിക്കരുത്. ഒക്കെ വേറെ വേറെയാണ്, എല്ലാത്തിലും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ് ചിലപ്പോഴൊക്കെ ഇൻഷുറൻസ് കവറേജിൽ വരുന്ന മറ്റൊരു കാര്യമാണ് ലംസം എമൗണ്ട് ആയിട്ട്. ലംസം എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഫുൾ എമൗണ്ട് ഒരു തുകയായിട്ട് ഹോസ്പിറ്റൽസിലേക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഡെയിലി യൂസിന് വേണ്ടി. അതായത് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിന് ഡെയിലി പലതരത്തിലുള്ള ചെലവുകൾ വരുമല്ലോ. ഈ നേരത്തെ പറഞ്ഞ പ്രീ ഹോസ്പിറ്റലൈസേഷൻ, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ, ആംബുലൻസ് ചാർജസ് ഒക്കെ ഇല്ലാതെ തന്നെ ചില മെഡിസിൻസ് ചിലപ്പോൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ഡെയിലി എക്സ്പെൻസസുകളും നമ്മുടെ ഹോസ്പിറ്റൽസിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് അവർ ലംസം എമൗണ്ട് ഇൻഷുറൻസ് കമ്പനി ഹോസ്പിറ്റൽസിലേക്ക് ആ പേഷ്യന്റിന്റെ പേരിൽ ഇട്ടിട്ടുണ്ടായിരിക്കും. ആ ലംസം എമൗണ്ട് ആയിട്ട് അത് മീറ്റ് ചെയ്യാൻ, അത് എന്തിനു വേണ്ടി മീറ്റ് ചെയ്യാനാ? ഡേ ടു ഡേ ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരം ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ് മീറ്റ് ചെയ്യുന്നത്. അതും നമ്മുടെ ഹോസ്പിറ്റലിന്റെ എന്താ പറയാ മെഡിക്ലെയിം ഇൻഷുറൻസിന്റെ കവറേജിൽ വരുന്നതാണ്. അടുത്ത എന്താണ്? ഇൻകം ബെനിഫിറ്റ് ആണ്. ഇനി എന്താണ് ഇൻകം ബെനിഫിറ്റ്? അത് മാത്രം നമുക്ക് എന്താ മറ്റുള്ളതിന് വ്യത്യസ്തമായിട്ട് തോന്നുന്നുള്ളൂ. അതായത് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും വലിയൊരു അസുഖം വന്നു, അല്ലെങ്കിൽ ഒരു വലിയ ആക്സിഡന്റ് വന്നു, നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി. സോ ദാറ്റ് ഇറ്റ് വിൽ അഫക്ട് ദ ഫാമിലി ഇൻകം. തീർച്ചയായിട്ടും അത്രയും ദിവസമൊക്കെ നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിയുമ്പോൾ അത് നമ്മുടെ എന്താ പറയാ കുടുംബത്തിന്റെ വരുമാനം ഇല്ലാതാക്കും. ഇല്ലേ? അങ്ങനല്ലേ? ക്ലിയർ ആകുന്നുണ്ടോ പറയുന്നത്? അതായത് നമ്മുടെ കുടുംബത്തിന്റെ വരുമാനത്തിൽ കോട്ടം കിട്ടും തീർച്ചയായിട്ടും. കാരണം ഒരു ഇൻകം ഏൺ ചെയ്തിരുന്ന വ്യക്തിയാണ്. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് നമ്മളുടെ വീട്ടിലെ ഒരു ഇൻകം ഏൺ ചെയ്യുന്ന ആള് ഞാൻ മാത്രമാണ് എന്ന് വിചാരിക്കാം. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഭയങ്കരമായിട്ടുള്ള അസുഖം വന്നു, ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി. അപ്പൊ വലിയ ഗവൺമെന്റ് ജോലിയൊന്നുമല്ല, സാധാരണ ഏതെങ്കിലും തരത്തിലുള്ള പ്രൈവറ്റ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. സോ ഇൻ മൈ ആബ്സെൻസ്, എന്റെ ആബ്സെൻസിൽ എനിക്ക് സാലറി കിട്ടില്ല, സാലറിയിൽ കട്ട് ചെയ്യും അല്ലെ. ഞാൻ വർക്ക് ചെയ്താൽ മാത്രമേ എനിക്ക് ഇവിടുന്ന് കാശ് കിട്ടുള്ളൂ. ഗവൺമെന്റ് ജോലിയിലാണെങ്കിൽ അതിനുള്ള അലവൻസുകളൊക്കെ ഉണ്ട്.
അപ്പൊ ആ രീതിയിലല്ലാത്ത ഒരാൾക്ക് എന്തെങ്കിലും പറ്റി ഇങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ റെഡ്യൂസ് ദ ഇൻകം ഓഫ് ദ ഫാമിലി ആൻഡ് ഇറ്റ് വിൽ അഡ്വേഴ്സ്ലി എഫക്ട് ദ ഫാമിലി. അങ്ങനെ ഇൻകം കുറഞ്ഞു കഴിയുമ്പോൾ അത് ആ കുടുംബത്തിനെ വളരെ മോശമായ രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ആ കുടുംബത്തിന് ഒരു താങ്ങുന്നത് പോലെ ഇൻ അവർ അബ്സെൻസ് നമ്മുടെ ആ ഒരു അഭാവത്തില് ആ കുടുംബത്തെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ചില എമൗണ്ടുകൾ, ഒരു ലംസം എമൗണ്ട് ഒക്കെ ചിലപ്പോൾ കൊടുക്കത്തെ ആ കുടുംബത്തിന്, ആ വീട്ടിലെ കുടുംബനാഥന് ഇങ്ങനെ വയ്യാണ്ട് ഹോസ്പിറ്റലൈസ്ഡ് ആണ്, കുറച്ച് നാളുകളായി ആൾക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. സോ അങ്ങനെ കൊടുക്കുന്ന ഇൻഷുറൻസ് പദ്ധതികൾ മെഡിക്ലെയിമിനകത്തുണ്ട്. അപ്പൊ അവരുടെ വീടിനെ സപ്പോർട്ട് ചെയ്യും. കാരണം ആ വീട്ടില് ആ ആളായിരുന്നു ജോലിക്കൊക്കെ പോയിരുന്നത്. പിന്നെ ഉള്ളവരൊക്കെ ചിലപ്പോൾ ചെറിയവരായിരിക്കാം, കുട്ടികളായിരിക്കാം. അതുങ്ങളെ സപ്പോർട്ട് ചെയ്യാനോ അവർക്ക് മറ്റ് ഡേ ടു ഡേ ചെലവുകളൊക്കെ മീറ്റ് ചെയ്യാനോ പറ്റുന്നില്ല എങ്കിൽ അവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൊടുക്കുന്ന ക്ലെയിമുകളാണ് മെഡിക്ലെയിം ഇൻഷുറൻസ്. അപ്പൊ ഇൻകം ബെനിഫിറ്റിന് വേണ്ടിയോ എന്ത് ചെയ്യുന്നുണ്ട്, മെഡിക്ലെയിം ഇൻഷുറൻസുകൾ കവറേജ് കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ എന്താന്ന് പറഞ്ഞ കാര്യം? എന്താന്ന് മനസ്സിലായോ? ഏഴാമത്തെ പോയിന്റ് മാത്രമേ ആ ഹെഡിങ് ചിലപ്പോ നിങ്ങൾക്ക് വായിച്ചാൽ ക്ലിയർ ആവാത്തതുകൊണ്ട് ബാക്കിയൊക്കെ ക്ലിയർ ആകും. ആ ഏഴാമത്തെ ഇൻകം ബെനിഫിറ്റ് ക്ലിയർ ആയോ? ഇനിപാടി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണം കേട്ടോ. Some advanced health insurance plans provide a lump sum to your family to replace the loss of income for the family in case of your absence. നമ്മുടെ അഭാവത്തിൽ നമ്മുടെ വീടിന് ഉണ്ടാകുന്ന വരുമാന നഷ്ടത്തെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ചില ഇൻഷുറൻസ് കവറേജുകൾ, ചില സ്പെഷ്യൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് കവറേജുകൾ ലംസം എമൗണ്ട് നമ്മുടെ ഫാമിലിക്ക് കൊടുക്കുന്നുണ്ട്. അതും നമ്മുടെ മെഡിക്ലെയിം ഇൻഷുറൻസിന്റെ കവറേജിൽ വരുന്നതാണ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? അടുത്തേക്ക് പോകാൻ ട്ടാ. യെസ്, അടുത്തേക്ക് പോകാണ്. ദ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, IRDAI, അതിന്റെ ഫുൾ ഫോം ആണ് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇൻഷുറൻസ് പ്ലാനുകളുടെ ഒക്കെ റെഗുലേഷൻസ് ഒക്കെ നടപ്പിലാക്കുന്ന ഒരു ആക്ട് ആണ് കേട്ടോ, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ഇതിന്റെ കീഴിലാണ് ഇൻഷുറൻസിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും, അതിന്റെ നിയമങ്ങളും അല്ലെങ്കിൽ അതിന്റെ കൺട്രോളും മറ്റുമൊക്കെ മാനേജ് ചെയ്തു പോകുന്നത്, ഇൻഷുറൻസിന്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് IRDAI ആണ്, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തു വെക്കുക. IRDAI-ൽ D എന്തിനെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ A എന്തിനെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ R എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ ദ ഫുൾ ഫോം, എക്സ്പാൻഡഡ് ഫോമും ഒക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ഈ പറയുന്ന IRDAI പ്രകാരം there are some medical expenses or diseases which are not covered under the insurance. ഇത് ഇൻഷുറൻസ് ആയാലും അത്തരം ഇൻഷുറൻസുകളുടെ പരിധിയിൽ വരാത്ത ചില രോഗങ്ങളും ചില മെഡിക്കൽ എക്സ്പെൻസുകളുമാണ് അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് ആരും ഉണ്ടാക്കി വെച്ചേക്കുന്ന ഇൻഷുറൻസിന്റെ ഏറ്റവും തലപ്പത്തുള്ള അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന IRDAI ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളാണ്. ഈ പറയുന്ന കാര്യങ്ങളൊന്നും മെഡിക്കൽ ഇൻഷുറൻസിന്റെ കവറേജിൽ വരുന്നതല്ല. ചില രോഗങ്ങളാകാം, ചില മെഡിക്കൽ എക്സ്പെൻസുകളാകാം. ഓക്കെ, സോ ലെറ്റ്സ് സീ വിച്ച് ആർ ദേ. എന്തൊക്കെയാണ് അതെന്ന് നമുക്ക് നോക്കാം. പറയുന്നതൊക്കെ മനസ്സിലാക്കണ്ടല്ലോ അല്ലെ? ഒന്നാമത്തേത് കോസ്മെറ്റിക് സർജറിയാണ്. എന്താ കോസ്മെറ്റിക് സർജറി എന്ന് പറഞ്ഞാൽ? കോസ്മെറ്റിക് സർജറി, പ്ലാസ്റ്റിക് സർജറി ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? അതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തതൊക്കെ നമ്മൾ റീകൺസ്ട്രക്റ്റീവും കോസ്മെറ്റിക് സർജറിയും അല്ലെ? ഈ രണ്ട് തരത്തിലുള്ള സർജറീസ് ഉണ്ട് പ്ലാസ്റ്റിക് സർജറിയിൽ. അതിൽ കോസ്മെറ്റിക് സർജറി എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? നേരത്തെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റലിൽ പഠിച്ചില്ലേ? പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ? പിന്നെ ആരും റെസ്പോണ്ട് ഒന്നും ഇല്ലല്ലോ. ഇപ്പുറത്തുണ്ടല്ലോ, അത് ഈ ഇപ്പുറത്ത് റൈറ്റ് സൈഡിൽ, എന്റെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ആളുകള് ആരും ഒന്നും കയ്യൊന്നും ഓക്കെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കാണിക്കാട്ടോ. ഞാൻ അല്ലെങ്കിൽ വിചാരിക്കും നിങ്ങൾ അവിടെ ഇരുന്ന് ഉറങ്ങാണെന്ന്. എന്റെ മധുരമായ സൗണ്ട് കേട്ടത് നിങ്ങൾ ഉറങ്ങാണെന്ന് ഞാൻ വിചാരിക്കും. അതുകൊണ്ടാണ്. അപ്പൊ കോസ്മെറ്റിക് സർജറി എന്ന് പറയുന്നത് നമ്മുടെ അപ്പിയറൻസിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സർജറിയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഉദാഹരണങ്ങളൊക്കെ വലിയ വലിയ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ എന്താ പറയാ ഫിലിം സ്റ്റാർസുകളൊക്കെ അവരുടെ അപ്പിയറൻസ് ഒക്കെ എന്താ പറയാ കുറച്ച് അഡ്വാൻസ്ഡ് ആക്കാൻ അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ സൗന്ദര്യം നിലനിർത്താൻ വേണ്ടിയിട്ട്, യൗവനൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട്. കാരണം അവരുടെ പ്രൊഫഷൻ അങ്ങനെയാണ്. അവരുടെ സൗന്ദര്യത്തിനും അവരുടെ ശരീരത്തിന്റെ ഇതിന്റെയൊക്കെ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കും അപ്പിയറൻസിനും ഒക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ്. നമുക്കറിയാം ഫിലിം സ്റ്റാർസിനൊക്കെ അവരുടെ പ്രൊഫഷനുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട്.
അപ്പൊ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ they use or they depend on cosmetic surgeries. ഇത്തരം കോസ്മെറ്റിക് സർജറീസിനെ അവർ ആശ്രയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം അങ്ങനെയുള്ള സർജറി എന്ന് പറയുന്നത് അതൊരു ലക്ഷറി അല്ലേ. അതായത് നമ്മളുടെ എന്തെങ്കിലും ഭാഗങ്ങൾ, ശരീരത്തിന്റെ ഭാഗങ്ങളിൽ സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യതിചലിച്ച് ഏതെങ്കിലും അപാകതകളോട് കൂടിയാണ് ജനിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ പിൽക്കാലത്ത് എപ്പോഴെങ്കിലും നമുക്കുണ്ടായ ചില എന്തെങ്കിലും രോഗങ്ങളോ ആക്സിഡന്റുകളോ മൂലം നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടായെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം. അത് റീകൺസ്ട്രക്റ്റീവ് സർജറിയാണ്. അതേസമയം നമ്മുടെ ഉള്ള സൗന്ദര്യത്തെ കുറച്ചും കൂടി വർദ്ധിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം വരുമ്പോൾ എന്തായത്, അത് ലക്ഷറി അല്ലെ, അതൊരു ആഡംബരമായി. അപ്പൊ തീർച്ചയായിട്ടും അത്തരം കോസ്മെറ്റിക് സർജറീസ് ആർ നോട്ട് കവേർഡ് അണ്ടർ മെഡിക്കൽ ഇൻഷുറൻസ്. അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസിൽ ഈ പറയുന്ന കാര്യങ്ങൾ പെടുന്നില്ല. കോസ്മെറ്റിക് സർജറി വരില്ല, അത് ഹോസ്പിറ്റലിൽ വരുന്ന സർജറി അല്ലേ. അപ്പൊ എന്തുകൊണ്ട് അത് കിട്ടില്ല എന്ന് പറയുമ്പോ നമ്മൾ ഓർക്കുക, അതിന്റെ കാരണം ഇതാണ്. എന്താണ്, നമ്മളുടെ ഉള്ള അപ്പിയറൻസിനെ, ഫിസിക്കൽ അപ്പിയറൻസിനെ, നമ്മുടെ സൗന്ദര്യത്തെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന ഒരു ചെലവാണ്. അത് നമുക്ക് കയ്യിൽ കൂടുതൽ കാശുണ്ടായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് എങ്കിൽ തീർച്ചയായിട്ടും അത്തരം കവറേജിൽ വരുന്നതല്ല എന്നാണ്. ക്ലിയർ ആയോ പറഞ്ഞത്? സെക്കൻഡ് വൺ, IVF ആൻഡ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റുകൾ, കൃത്രിമ ഗർഭധാരണം പോലെയുള്ള ഇൻവെട്രോ ഫെർട്ടിലൈസേഷൻ. IVF എന്ന് പറഞ്ഞാൽ ഇൻവെട്രോ ഫെർട്ടിലൈസേഷൻ ആണ്. ദാറ്റ് മീൻസ് ഒരാളുടെ ശരീരത്തിൽ നിന്നും എഗ്സ് എടുത്തിട്ട് മറ്റൊരാളിൽ റീപ്ലേസ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു കൃത്രിമ ഗർഭധാരണ കാര്യങ്ങളൊക്കെ, അതും ഈ പറയുന്ന ഇൻഷുറൻസിന്റെ കവറേജിൽ വരുന്നതല്ല. അപ്പൊ അതിന് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് അതിന് കവറേജ് കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നതല്ല എന്നാണ് IRDAI ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, പ്രഗ്നൻസി ആൻഡ് അബോർഷൻ. അതും ഈ പറയുന്ന കവറേജിൽ വരുന്നതല്ല. പ്രഗ്നൻസിക്ക് എന്തില്ല, ഇൻഷുറൻസ് കവറേജ് ഇല്ല. ഇൻഷുറൻസ് ഉള്ള ആളാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പ്രഗ്നൻസിക്ക് വരുന്ന ട്രീറ്റ്മെന്റുകൾ ഒന്നും, അത് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായാലും ചിലപ്പോൾ കിട്ടുമായിരിക്കും. സാധാ ആണെങ്കിൽ അതിനുണ്ടാകുന്ന ചെലവുകളൊന്നും അതിനകത്ത് ഇൻഷുറൻസ് കവറേജിൽ വരുന്നതല്ല. ആൻഡ് ഓൾസോ അബോർഷൻസ്, വേണ്ട എന്ന് വെക്കുന്ന കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് വേണ്ട എന്ന് അബോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ട്രീറ്റ്മെന്റുകൾക്ക് അതിനും കിട്ടുന്നതല്ല. ഈ ലിസ്റ്റിലുള്ള സാധനങ്ങളുടെ പേര് പഠിച്ചാൽ മതി. ഏതൊക്കെ മെഡിക്കൽ അല്ലെങ്കിൽ എക്സ്പെൻസുകൾ അല്ലെങ്കിൽ ഡിസീസസ് ആർ നോട്ട് കവേർഡ് അണ്ടർ മെഡിക്കൽ ഇൻഷുറൻസ് ബൈ IRDAI. ഏതൊക്കെയാണ് ഈ IRDAI ഒഴിവാക്കിയിരിക്കുന്ന ചില ഡിസീസസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് വൺ, മിസലേനിയസ് ചാർജസ് ആണ്. മിസലേനിയസ് ചാർജസിന്റെ എക്സ്പ്ലനേഷൻ ആണ് താഴെ കൊടുത്താണ്. ബാക്കിയുള്ളതിനൊന്നും എക്സ്പ്ലനേഷൻ ആവശ്യമില്ല എന്ന് അവർക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അതർ ചാർജസ് ലൈക്ക്, അതായത് മിസലേനിയസ് ചാർജസ് എന്ന് പറഞ്ഞാൽ മറ്റ് ചിലവുകൾ തന്നെയാണ്. അത് അടിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് അടിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത അതിന്റെ ആരോ മാർക്ക് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട്, ബിക്കോസ് അത് മിസലേനിയസ് ചാർജസിന്റെ എക്സ്പ്ലനേഷൻ ആണ്. ഓക്കെ, അപ്പൊ അതർ ചാർജസ് എന്തൊക്കെയാണ്? ചില മറ്റ് ചാർജസ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ ചാർജസ്, അഡ്മിഷൻ ഫീസ്, സർവീസ് ചാർജസ് കണക്റ്റഡ് വിത്ത് മെഡിക്കൽ ട്രീറ്റ്മെന്റ്. മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന മറ്റ് തരത്തിലുള്ള സേവന ചാർജുകളും എല്ലാം ആർ നോട്ട് കവേർഡ് അണ്ടർ സർട്ടൻ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ. ചില പ്രത്യേക രീതിയിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും വരുന്നില്ല. എല്ലാത്തിലും അല്ല, ചിലതില് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് മിസലേനിയസ് ചാർജസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ മിസലേനിയസ് ചാർജസ് വിച്ച് ആർ നോട്ട് കവേർഡ് അണ്ടർ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ ആ മിസലേനിയസ് ചാർജസിന്റെ പേരുകൾ ഓർത്തിരിക്കുക. രജിസ്ട്രേഷൻ ചാർജസ്, അഡ്മിഷൻ ഫീസ്, സർവീസ് ചാർജസ് കണക്റ്റഡ് വിത്ത് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് വിച്ച് ആർ നോട്ട് കവേർഡ്. അതൊക്കെയാണ് ആ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിന്റെ കീഴിൽ വരാത്തത്. അപ്പൊ അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്യണോട്ടാ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ നമുക്ക് വായിച്ചാലും മനസ്സിലാക്കി പെട്ടെന്ന് തലയിൽ കയറുന്നതുമാണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ IRDAIയുടെ ഇത് പ്രകാരം ഏതൊക്കെ ഡിസീസസ് ആണ് പെടാത്തത് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ചിലപ്പോൾ അതിനകത്ത് കുറച്ചൊക്കെ തരും, ചിലപ്പോൾ അതിനകത്ത് പെടുന്ന കവറേജിൽ വരുന്നത് കൂടി ചേർത്ത് തരും. അപ്പൊ ഏതാ അതിനകത്ത് പെടാത്തതെന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ അതർ ചാർജസ് മനസ്സിലായില്ലേ? അല്ലെങ്കിൽ മിസ്ലേനിയസ് ചാർജസ് മനസ്സിലായില്ലേ? അടുത്തത് ഹെൽത്ത് സപ്ലിമെന്റ്. അതിന്റെ മതേ എക്സ്പ്ലനേഷൻ അവിടെ തൊട്ട് താഴെ കൊടുത്തേക്കണേ. അപ്പൊ ആ ആരോ മാർക്കും ഒന്ന് വെട്ടിക്കളഞ്ഞേക്കുക. കാരണം ഹെൽത്ത് സപ്ലിമെന്റിന്റെ എക്സ്പ്ലനേഷൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയില് ഹെൽത്ത് സപ്ലിമെന്റുകൾ, എന്ന് വെച്ചാൽ ആരോഗ്യമൊക്കെ ഇങ്ങനെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സപ്ലിമെന്റുകളില്ലേ, സച്ച് ആസ് പ്രോട്ടീൻ ഷേക്ക്, പ്രോട്ടീനൊക്കെ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില ഷേക്കുകൾ, ഇതൊന്നും ഇൻഷുറൻസിന്റെ കവറേജിൽ വരുന്നതല്ല. അതൊക്കെ നമ്മൾ എക്സ്ട്രാ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ലക്ഷറിയസ് ഗുഡ്സിനകത്ത് വരുന്നതാണ്. അതുകൊണ്ടാണ് അതൊന്നും പെടില്ല എന്ന് പറയുന്നത്.
അതൊക്കെ നമ്മൾ എക്സ്ട്രാ എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഒരു എന്താ പറയാ ഒരു ആരോഗ്യവും അല്ലെങ്കിൽ നമ്മൾ സാധാ കഴിക്കുന്ന മനുഷ്യന്മാർ സാധാ ഡെയിലി കഴിക്കേണ്ട ഫുഡിനകത്ത് ഉൾപ്പെടുത്തേണ്ട സാധനങ്ങളൊക്കെ കഴിച്ചിട്ടാണ് മനുഷ്യന് ആവശ്യത്തിനുള്ള മിനറൽസും പ്രോട്ടീൻസും വൈറ്റമിൻസും ഒക്കെ കിട്ടുന്നത്. ഇനി അതിനപ്പുറം അതിനേക്കാൾ കൂടുതൽ നല്ല നല്ല വാല്യൂ ഉള്ള സാധനങ്ങളൊക്കെ ഷേക്സും മറ്റൊക്കെ ആയിട്ട് എടുത്തു കഴിക്കും. അതൊന്നും ഇൻഷുറൻസ് കവറേജിൽ കിട്ടുന്നതല്ല. ഓക്കെ, പിന്നെന്താണ് പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻസ്? അതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് തൊട്ട് താഴെ വരുന്നത്. അതായത് നമുക്ക് നേരത്തെ തന്നെ ചിലപ്പോ ചില രോഗങ്ങൾ ഉണ്ടായിരുന്നിരിക്കും. ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഹെൽത്ത് കണ്ടീഷൻസ് നമുക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ അത്തരം നേരത്തെയുള്ള അസുഖങ്ങൾക്കൊന്നും ഈ പറയുന്ന ഇൻഷുറൻസ് എടുത്തു കഴിയുമ്പോഴുള്ള കവറേജിൽ കിട്ടില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. That it means diseases which are existing earlier are not covered under health insurance. ഒരു ഹെൽത്ത് ഇൻഷുറൻസിലും നേരത്തെയുള്ള രോഗങ്ങൾക്ക് ഇപ്പൊ ഞാനിപ്പോ ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തു, എനിക്ക് നേരത്തെ തന്നെ എന്തെങ്കിലും രോഗമുണ്ട്, അപ്പൊ നമ്മളത് എന്ത് ചെയ്യും? ഇറ്റ് വിൽ ഡിസ്ക്ലോസ് ടു നമ്മൾ എടുക്കുന്ന എഗ്രിമെന്റിൽ എനിക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ട് എന്ന് പറയും. ആ രോഗവുമായിട്ട് പിന്നീട് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും അസുഖമൊക്കെ ആയിട്ട് നമ്മൾ ആ രോഗത്തിനെ കണക്ട് ചെയ്തിട്ടൊക്കെ വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയി എന്നിട്ട് ക്ലെയിം ചോദിച്ചു കഴിഞ്ഞാൽ അവര് ചിലപ്പോ അത് നമുക്ക് ക്ലെയിം തരില്ല. ബിക്കോസ് ആ രോഗം നേരത്തെ നിങ്ങൾക്കുള്ളതാണ്. ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് യു ഹാവ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഡിസീസ്, ആ ഡിസീസ് ഉണ്ടായിരുന്നതാണ്, അതുകൊണ്ട് അതിന് കവറേജ് തരാൻ പറ്റില്ല എന്നായിരിക്കും ഇൻഷുറൻസ് കമ്പനിയുടെ വാദം. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ സം പ്ലാൻസ് വിച്ച് ഡു നോട്ട് പ്രൊവൈഡ് കവറേജ് ഫോർ ഹൈ ബ്ലഡ് പ്രഷർ. ചില ഇൻഷുറൻസ് കവറേജുകളെ ഹൈ ബി പിക്ക് അതുപോലെ ഡയബറ്റീസിന് അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒഴിവാക്കിയിട്ടുണ്ട്. അതിനൊന്നും കവറേജ് കൊടുക്കില്ല എന്ന്. അപ്പൊ അതിന് വേണ്ടിയിട്ടേ ഈ ഇൻഷുറൻസ് കമ്പനി വൈൽ മേക്കിംഗ് ദ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദ ഇൻഷുവേർഡുമായിട്ട് ആ എഗ്രിമെന്റ് കൊടുക്കുന്ന സമയത്തെ അവർക്ക് അപ്പൊ അങ്ങനെ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാതായിട്ട് അങ്ങനെ സംശയമൊക്കെ ഉണ്ടെങ്കിലേ ഒരു സമയം കൊടുക്കും. ആ ഒരു കാലഘട്ടം കൊടുക്കും. ചിലപ്പോൾ ഇത്ര സമയമായിരിക്കും. അതവിടെ പറഞ്ഞത് 12 to 48 months ആണ്. 12 മുതൽ 48 മാസങ്ങൾ വരെ. ദാറ്റ് മീൻസ് ഒരു 4 വർഷം അല്ലെ, 4 വർഷത്തിന്റെ 1 മുതൽ 4 വരെ വർഷത്തിനുള്ളിൽ അതിനിടയിൽ ഇവർക്ക് ഹെൽത്ത് കണ്ടീഷൻസിൽ നേരത്തെ തന്നെ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു പീരീഡിനെ നമ്മൾ പറയുന്ന പേരാണ് വെയിറ്റിംഗ് പീരീഡ് എന്ന്. വെയിറ്റിംഗ് പീരീഡ് ഡിപെൻഡ്സ് ഓൺ ദ ഇൻഷുറർ ആൻഡ് ക്യാൻ ബി ബിറ്റ്വീൻ 12 to 48 months. ആ വെയിറ്റിംഗ് പീരീഡ് നിശ്ചയിക്കാൻ ഇൻഷുറർക്ക് അവകാശമുള്ളൂ, നമ്മളെല്ലാം നിശ്ചയിക്കണേ. ഇൻഷുറർ പറയുന്നത് ഇത്ര പീരീഡ് ഞങ്ങൾ തരാം. അതൊരു മാക്സിമം 12 to 48 മാസം എന്ന് പറയുന്നത്. അതായത് 1 വർഷം to 4 വർഷം വരെ. ഓക്കെ, മന്ത്സിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോ അത് വർഷത്തിലേക്ക് ആയിട്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ആ ഒരു പീരീഡിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും ആ രോഗവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സിംറ്റംസോ ഹോസ്പിറ്റലൈസേഷനോ ഒക്കെ ഉണ്ടോ എന്ന് അവർ നോക്കും. ആ പീരീഡിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് കവറേജ് കിട്ടില്ല എന്നാണ് പറയുന്നത്. അതിനൊരു വെയിറ്റിംഗ് പീരീഡ് തരുന്നുണ്ട്. ക്ലിയർ ആണോ പറയുന്നത്? അപ്പൊ പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻസ് ആർ നോട്ട് കവേർഡ് അണ്ടർ ഹെൽത്ത് ഇൻഷുറൻസ്. ഇനി മറ്റൊരു കാര്യമാണ്, ഇനി ഏതാണ് നമ്മുടെ IRDAI ഒഴിവാക്കിയിരിക്കുന്നത് നോക്കാം. സെൽഫ് ഹാം. എന്താ സെൽഫ് ഹാം? നമ്മുടെ എന്താ പറയാ ജീവനെ തന്നെ ഹനിക്കുക അല്ലെ. ദാറ്റ് മീൻസ് എന്താ പറയാ നമ്മൾക്ക് സൂയിസൈഡിങ് ഒക്കെ ചെയ്യുക. ഇപ്പൊ ഞാൻ പോയിട്ട് ഒരു പോളിസി എടുത്തു, 2-3 മാസമൊക്കെ പോളിസിയൊക്കെ അടച്ചു. കുറച്ച് കഴിയുമ്പോ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഫീലിങ്സും മറ്റെന്തെങ്കിലും കാര്യത്തിലൊക്കെ ഭയങ്കര പ്രഷറൊക്കെ അനുഭവപ്പെട്ട് കഴിയുമ്പോ ഞാൻ കാരണം നിങ്ങൾക്കൊക്കെ ഇനി ഒരു ഇതാവണ്ട, പോയിട്ട് ആത്മഹത്യ ചെയ്തു, എന്തായാലും ഞാനൊരു ഇൻഷുറൻസ് തന്നത് അതെങ്കിൽ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞു ചെയ്താൽ കാര്യമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ സെൽഫ് ഹാം ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ കവറേജ്. ഇൻഷുറൻസിന്റെ കവറേജിൽ വരുന്നില്ല. കാരണം നമുക്ക് ആക്സിഡന്റലി ഉണ്ടാകുന്ന കാര്യങ്ങൾക്കാണ് നമുക്ക് ഇൻഷുറൻസ് കിട്ടണ്ടേ അല്ലെ. ആക്സിഡന്റലി എന്ന് വെച്ചാൽ പെട്ടെന്നുണ്ടാകുന്ന ഇൽനെസ് അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ആക്സിഡന്റുകൾ, അതൊക്കെ നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ പറ്റാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും അതിനാണ് കവറേജ് കിട്ടണ്ടേ. ഇത് സെൽഫ് ഹാം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ? നമ്മൾ സ്വയം നമ്മുടെ ജീവനെ ഇല്ലാതാക്കുന്നതല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന് കവറേജ് കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും കൊടുക്കില്ല. ഇൻഷുറൻസ് കമ്പനി നമ്മളെ നന്നാക്കാനിരിക്കുന്നതൊന്നുമല്ലല്ലോ അല്ലെ. അവര് ഒരു സർവീസ്, നമുക്ക് ഉണ്ടാകുന്ന അത്തരം നഷ്ടത്തിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇൻഷുറൻസ് കമ്പനി ചെയ്യുന്ന സേവനം. അപ്പൊ നമ്മളത് മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ അത് ആവശ്യമുള്ളതിന് മാത്രമേ കൊടുക്കുള്ളൂ. ഹെൽത്ത് ഇൻഷുറൻസ് ഡസ് നോട്ട് കവർ എനി ഇഞ്ചുറീസ് ഓർ മെഡിക്കൽ ഇഷ്യൂസ്. അതായത് ഇഞ്ചുറി ഉണ്ടായിക്കോട്ടെ, ആത്മഹത്യ ചെയ്യാൻ പോയി, ആള് രക്ഷപ്പെട്ടു, കുറെ എന്തെങ്കിലും പരിക്കുകളോടൊക്കെ, എന്നിട്ട് ഹോസ്പിറ്റലൈസ്ഡ് കുറെ നാൾ അവിടെ കിടന്നു. നമ്മൾ എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്തതാ, പക്ഷെ അതിനേക്കാൾ ഇരട്ടി കാശ് അവിടെ കൊണ്ടുപോയി കൊടുത്ത് അതിൽ നിന്ന് ആളെ ജീവന് തിരിച്ചു കിട്ടിയപ്പോ ആളെ പിന്നെ നമുക്ക് ഇത്രയെങ്കിലും ജീവൻ ബാക്കിയുണ്ടെങ്കിൽ ആളുടെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പിന്നെ ചിലപ്പോ കുറെ പൈസയൊക്കെ നഷ്ടമാകേണ്ടി വരും. പക്ഷെ അതൊന്നും നമ്മുടെ ഇൻഷുറൻസ് കവറേജിൽ വരുന്നതല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എത്ര എണ്ണം ഉണ്ട്?
ഹലോ, കേൾക്കാൻ പറ്റണ്ടോ? കേൾക്കാൻ പറ്റണ്ട? ഇവിടെ എന്തോ പവർ ഇഷ്യൂ ഇന്നലെ തുടങ്ങിയ ഈ ഭാഗങ്ങളിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലല്ല ട്ടോ, നമ്മുടെ പുറത്ത് എവിടെയൊക്കെ എന്തൊക്കെയോ വർക്കുകൾ നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് കറണ്ട് എപ്പോഴും പവർ ഫെയിലിയർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടായിരിക്കും. ഓക്കെ, കേൾക്കാൻ പറ്റണ്ടല്ലോ അല്ലെ? എന്നെ കാണാൻ പറ്റില്ല എന്നത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഏതൊക്കെയാ നമ്മൾ പറഞ്ഞ IRDAI പ്രകാരം ഡിസീസസ് അവർ മെഡിക്കൽ എക്സ്പെൻസസ് വിച്ച് ആർ നോട്ട് കവേർഡ് എന്ന് പറഞ്ഞ ഏതൊക്കെയാ? കോസ്മെറ്റിക് സർജറീസ്, IVF ആൻഡ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്, pregnancy and abortion, miscellaneous charges, health supplements, pre-existing health condition, self harm. ഇത്രയുമാണ് കേട്ടാ. അതിനകത്ത് അതർ ചാർജസിനും ഹെൽത്ത് സപ്ലിമെന്റ്സിനും പ്രീ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കണ്ടീഷൻസിനും സെൽഫ് ഹാമിനും അടിയിൽ എക്സ്പ്ലനേഷൻ ആ വന്നേക്കണേ. അതെന്താണെന്ന് നമുക്ക് അറിയില്ല എങ്കിലും മനസ്സിലാക്കി തരാൻ വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്ത കേട്ടാ. അത് പോയിന്റ് അല്ല, അത് മറ്റേതിന്റെ ഒക്കെ എക്സ്പ്ലനേഷൻ ആണ്. അതുകൊണ്ട് അതിന്റെ നേരെ കിടക്കുന്ന ആരോ മാർക്ക് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞേക്ക്. അത് അടുത്ത പോയിന്റ് അല്ല. അത് ശരിക്കും എത്ര പോയിന്റ് ഉണ്ട് അപ്പോ? കോസ്മെറ്റിക് സർജറി 1, IVF 2, പ്രഗ്നൻസി 3, മിസ്ലേനിയസ് ചാർജസ് 4. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? നെറ്റ് പോയിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട്. നമ്മൾ വീണ്ടും ജോയിൻ ചെയ്തു. ഞാൻ പോയില്ല, ഞാനിവിടെ തന്നെ. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാലോ അല്ലേ? ക്ലിയർ ആയില്ലേ? നെറ്റിലും പവർ ഫെയിലിയർ വരുമ്പോ നെറ്റ് കണക്ഷനും കട്ടായി പോകുന്നുണ്ട്. ഇന്നലെ തുടങ്ങിയതാണെന്ന് തോന്നുന്നത് അല്ലെ? ഇന്നലെ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ. പക്ഷെ നമ്മൾ വിട്ടു കൊടുക്കൂല, നമ്മളുടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യണം. സോ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഡിസീസസ് നോട്ട് കവേർഡ് അണ്ടർ വെയിറ്റിംഗ് പീരീഡ്. ഇനി വെയിറ്റിംഗ് പീരീഡില് കവർ ചെയ്യാത്ത ഡിസീസസ്, കുറച്ച് രോഗങ്ങൾ വെയിറ്റിംഗ് പീരീഡിലും കണക്കാക്കപ്പെടുന്നില്ല. ചിലതിന് തൊട്ടുമുകളിൽ നമ്മൾ പറഞ്ഞില്ലേ, ഏതാണ്? IRDAI പ്രകാരം നമുക്ക് ഇൻഷുറൻസ് കവറേജ് കിട്ടാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞു. എന്നിട്ട് അതിനകത്ത് ഒരു പോയിന്റ് പറഞ്ഞതാ, വെയിറ്റിംഗ് പീരീഡ് കൊടുക്കുന്ന ആ വെയിറ്റിംഗ് പീരീഡ് നോക്കിയിട്ട് അതിനിടയിൽ ഏതെങ്കിലും തരത്തില് ഇവർക്ക് അത് മനസ്സിലാക്കി എടുക്കാൻ, അല്ലെങ്കിൽ ആ ഒരു രോഗം ഇതിനകത്ത് കവറേജ് കൊണ്ടുവരണോ ഇല്ലയെന്നൊക്കെ അപ്പൊ കുറച്ച് സമയം എടുക്കും അതിന്, ആ ഒരു ഇൻഷുറൻസ് കവറേജ് കൊടുക്കണോ വേണ്ടെന്ന് തീരുമാനിക്കാൻ. ആ വെയിറ്റിംഗ് പീരീഡ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെയിറ്റിംഗ് പീരീഡ് കൊടുക്കുമ്പോ അതിന്റെ അകത്ത് ഉൾപ്പെടാത്ത ചില ചെലവുകൾ, ഡിസീസസ് നോട്ട് കവേർഡ്, ആ സമയത്ത് നമ്മൾ ഇതിന്റെ പരിധിയിൽ, കവറേജിന്റെ പരിധിയിൽ കൊണ്ടുവരാത്ത ചില രോഗങ്ങളെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ആ രോഗങ്ങളുടെ പേരുകൾ മാത്രം നിങ്ങൾ പഠിക്കാനുള്ളൂ. അതെന്താണെന്നൊന്നും നമുക്ക് വിശദീകരിച്ച് പഠിക്കാനൊന്നും ഇല്ല കേട്ടോ. ഈവൻ ദോ നമുക്ക് മോസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളൊക്കെ തന്നെ പലതരത്തിലുള്ള മെജോറിറ്റി ഓഫ് ഡിസീസസിന് എന്ത് ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള രോഗങ്ങൾക്ക്, ഇൽനെസ്സിനൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കവറേജുകൾ തരുന്നുണ്ട്. പക്ഷെ ചില രോഗങ്ങൾക്ക് എന്തില്ല, ഫ്യൂ ഇയേഴ്സിൽ, ആദ്യത്തെ കുറച്ച് വർഷങ്ങളിൽ ആ കവറേജിനകത്ത് കൊടുക്കുന്നില്ല, ഇൻഷുറൻസ് കവറേജിൽ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞേക്കണേ. അങ്ങനെ താഴെ പറയുന്ന കുറച്ച് രോഗങ്ങളുണ്ട് ഹെൽത്ത് ഇൻഷുറൻസിന്റെ കവറേജിന്റെ കീഴിൽ, ഏതിന്റെ? വെയിറ്റിംഗ് പീരീഡിലുള്ള കവറേജിന്റെ കീഴിൽ വരാത്ത ചില രോഗങ്ങളുടെ പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. ഏതാണ്? ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ അൾസർ. ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ അൾസർ എന്ന് പറയുന്നത് അറിയാലോ,
അല്ലെ, അൾസർ പോലെയുള്ള ചില അത് നമ്മുടെ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ രോഗങ്ങളാണ്. അതായത് ഗ്യാസ് ഒക്കെ ഫോം ചെയ്തുണ്ടാകുന്ന പലതരത്തിലുള്ള അൾസേഴ്സ്, അങ്ങനെയുള്ള രോഗങ്ങൾ അവോയ്ഡഡ് ആണ്, അല്ലെങ്കിൽ ആ വെയിറ്റിംഗ് പീരീഡിൽ നമ്മൾ കവർ ചെയ്യുന്നില്ല. പിന്നെ എനി ഫോംസ് ഓഫ് ഫിസ്റ്റുല, ഫിസ്റ്റുല എന്ന് പറയുന്ന രോഗവും അബ്നോർമൽ ആയിട്ടുള്ള ചില ഒരു ഗ്യാപ്പാണ് കേട്ടോ. രണ്ട് ഓർഗൻസ് തമ്മിലുണ്ടാകുന്ന ഒരു ചെറിയ ഒരു എന്താ പറയാ സെപ്പറേഷൻ, അങ്ങനെ ഉണ്ടാകുന്ന ചില, അത് ചിലപ്പോ ചില എന്താ പറയാ സർജറീസിൽ ഉണ്ടാകുന്നതാകാം, ചിലപ്പോ ചില തരത്തിലുള്ള എന്താ പറയാ ഏതെങ്കിലും തരത്തില് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ബോഡിയിൽ ബ്ലഡ് അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ചില കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ചില ഫിസ്റ്റുലാസ്, അതും നമുക്ക് ഇതിന്റെ കവറേജിൽ വരുന്നതല്ല വെയിറ്റിംഗ് പീരീഡില്. ബെനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി, എന്താ പ്രോസ്റ്റാറ്റിക് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട് അല്ലെ, മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ് പ്രോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്, ആ പ്രോസ്റ്റാറ്റിക് ക്യാൻസർ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന് പല തെറാപ്പി ട്രീറ്റ്മെന്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി എന്ന് പറയുന്ന ആ ഒരു രോഗം അല്ലെങ്കിൽ ഡിസീസ് അതിനകത്ത് ഉൾപ്പെടുന്നതല്ല. ഹെമറോയിഡ്സ് ആൻഡ് പൈൽസ്, പൈൽസ് തന്നെയാണ് ഹെമറോയിഡ്സ് എന്ന് പറയുന്നത്, അത് ഇൻക്ലൂഡഡ് അല്ല നമ്മുടെ കവറേജില് വെയിറ്റിംഗ് പീരീഡിനകത്ത്. ഡിസ്ഫങ്ഷണൽ യൂട്ടറിൻ ബ്ലീഡിംഗ്, ബ്ലീഡിംഗ് ഉണ്ടാകുക, അതായത് അബ്നോർമൽ ആയിട്ട് നമ്മുടെ യൂട്രസിൽ നിന്നും ബ്ലീഡിംഗ് വരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസീസ് ആണ്. കാറ്ററാക്സ് അറിയാലോ, എന്താണ് കാറ്ററാക്സ്? കാറ്ററാക്സ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? കേൾക്കാത്തവരുണ്ടോ ഇനി? കാറ്ററാക്സ് കേട്ടിട്ടില്ല ആരും കേട്ടിട്ടില്ല? യെസ്, അത് തന്നെ തിമിര. അതൊക്കെ നമ്മുടെ കോമൺ അസുഖമാണ് അല്ലെ, ഒരു പ്രായമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ആളുകളിൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ്. കണ്ണിന്റെ കാഴ്ചയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഉണ്ടാകുക, അത് തിമിരമാണ്. ഹെർണിയ, അതും കേട്ടിട്ടുണ്ടല്ലോ. ഹെർണിയ എന്ന് പറയുന്നത് ഒരു അബ്നോർമൽ ഗ്രോത്ത് ആണ്, സിസ്റ്റ് പോലെയൊക്കെ ഇങ്ങനെ വളരുക. അത് ആളുകൾ പുരുഷന്മാരിലും അതുപോലെ ഇപ്പൊ സിസ്റ്റ് ആയിട്ടൊക്കെ സ്ത്രീകളിലൊക്കെ കാണപ്പെടുന്നുണ്ട് ഹെർണിയ. അഡിക്ഷൻ ട്രീറ്റ്മെന്റ്, എന്തെങ്കിലും സാധനങ്ങൾക്ക് അഡിക്റ്റ് ആയപ്പോയിട്ട് അതിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ഒക്കെ കയ്യിൽ ഇരിക്കൊണ്ടായിരിക്കണം അതെന്ത് ചെയ്യുന്നത് ഈ കവറേജിനകത്ത് പെടുത്താത്തത്. ഓക്കെ, അഡിക്ഷൻ ട്രീറ്റ്മെന്റ്, ഇപ്പൊ ലിക്കേഴ്സ് അതുപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള മയക്കുമരുന്നുകൾക്കൊക്കെ അഡിക്റ്റഡ് ആയി അതിന് എന്നിട്ട് അത് മാറാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി ചികിത്സിക്കാനൊക്കെ കുറെ കാശ് ചെലവാക്കി അതിനൊന്നും ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന പൈസകളൊന്നും ഇൻഷുറൻസ് കമ്പനിയുടെ കവറേജിൽ വരുന്നതല്ല. ഡെന്റൽ ട്രീറ്റ്മെന്റ്, പല്ലിന്റെ ചില ട്രീറ്റ്മെന്റുകൾ അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ അതിനകത്ത് ചില എക്സെപ്ഷണൽ കേസ് പറയുന്നുണ്ട് ഡെന്റൽ ട്രീറ്റ്മെന്റിലില്ലേ. ഇപ്പൊ നമുക്ക് പലതരത്തിലുള്ള ആക്സിഡന്റ് ഒക്കെ വരുമ്പോ നമ്മളിപ്പോ വീണു, ഭയങ്കരമായിട്ടുള്ള ഒരു അപകടം ഉണ്ടായി, അപ്പൊ നമ്മുടെ പല്ലുകളുടെ ഭാഗമൊക്കെ നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ഫേസ് എന്ന് പറയുന്നത് ഒരു ഇത് തന്നെയാണ് അല്ലെ. അപ്പൊ ആ അതിന്റെ സ്ട്രക്ചറിലൊക്കെ മാറ്റം വന്നത്, പല്ലുകളൊക്കെ പോയി അങ്ങനെയൊക്കെ എന്തുണ്ടെങ്കിൽ അതിനൊക്കെ കിട്ടും. അല്ലാതെ നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകളില്ലേ നമുക്ക് കുറച്ചുകൂടിയൊക്കെ സൗന്ദര്യം കൂട്ടാൻ വേണ്ടി ഇപ്പൊ അലൈൻമെന്റുകളൊക്കെ എപ്പോഴും ഭയങ്കര ചാർജുമാണ് അല്ലെ. നമ്മുടെ പല്ലിനൊക്കെ ഉണ്ടാകുന്ന എന്താ പറയാ ഈ സ്ട്രക്ചറിലൊക്കെ ഘടനയിലൊക്കെ ഭയങ്കര മാറ്റം വന്നിട്ടേ പൊങ്ങിയിരിക്കുക, താന്നിരിക്കുക ഒക്കെ. അപ്പൊ അതൊക്കെ അലൈൻ ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് പൈസ, ഹ്യൂജ് എമൗണ്ട് ഒക്കെ തന്നെയാണ്. അങ്ങോട്ട് ഇരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ പറയുന്നത് 5 സംഖ്യകളാണ് അല്ലെ. അപ്പൊ അതിനുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ ഇൻക്ലൂഡഡ് അല്ല. ജനറ്റിക് ഡിസീസസ്, കോൺജനിറ്റൽ കണ്ടീഷൻസ്, അതായത് ജന്മന ഉണ്ടാകുന്ന അല്ലെ, പാരമ്പര്യമായിട്ടോ അല്ലെങ്കിൽ ജന്മനയായിട്ടോ ഉണ്ടാകുന്ന പല കണ്ടീഷൻസും അല്ലെങ്കിൽ ഡിസീസസും ഈ വെയിറ്റിംഗ് പീരീഡിന്റെ കവറേജിൽ വരാത്ത ഡിസീസസ് ആണ്. ആ ഡിസീസസിന്റെ പേരുകളൊന്ന് ഓർത്തിരിക്കുക, ഏതൊക്കെയാണ് വെയിറ്റിംഗ് പീരീഡിൽ കവർ ചെയ്യപ്പെടാത്ത ഡിസീസസ് എന്നുള്ളത്. ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ അൾസേഴ്സ്, എനി ഫോംസ് ഓഫ് ഫിസ്റ്റുല, ഫിസ്റ്റുല എന്ന് പഠിച്ചത് ഏത് രീതിയിലുള്ള ഫിസ്റ്റുലയുമാണ്, അതുകൊണ്ട് ഫിസ്റ്റുല നമുക്ക് എഴുതിയാലും മതി. പിന്നെ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി, hemorrhoids and piles, dysfunctional uterine bleeding, cataracts, hernia, addiction treatment. Dental treatment എന്ന് പറയുമ്പോൾ എല്ലാ ഡെന്റൽ ട്രീറ്റ്മെന്റും അല്ല, അൺലെസ് ദ ഡെന്റൽ ഇഞ്ചുറി റിസൾട്ട്സ് ഫ്രം ആൻ ആക്സിഡന്റ്. ഒരു ആക്സിഡന്റിൽ നിന്നുണ്ടാകുന്ന ഡെന്റൽ ഇഞ്ചുറി ഒഴികെ ബാക്കിയുള്ള ഡെന്റൽ ട്രീറ്റ്മെന്റുകൾ എല്ലാം ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. ജനറ്റിക് ഡിസീസസ് ആൻഡ് കോൺജനിറ്റൽ ഡിസീസസ് ഓർ കണ്ടീഷൻസ്. ക്ലിയർ ആണോ? വെയിറ്റിംഗ് പീരീഡിൽ കവർ ചെയ്യാത്ത ഡിസീസസിന്റെ പേരുകളൊക്കെ പഠിച്ചോ? ഇപ്പൊ തന്നെ പഠിച്ചു കഴിഞ്ഞ് പോകാം. അത്ര ബുദ്ധിമുട്ടൊന്നുമുള്ള ടോപ്പിക് അല്ല. ക്ലിയർ ആയോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? അടുത്ത ടോപ്പിക്കിലേക്ക് പൊക്കോട്ടെ. യെസ്, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ്. ഇൻഷുറൻസിന്റെ
ടൈപ്പുകളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെ തരത്തിലുള്ള ഇൻഷുറൻസുകൾ ഉണ്ട്, അതായത് പല രീതിയിലാണ് ചില ഇൻഷുറൻസുകളൊക്കെ. എല്ലാം ഒരുപോലെയുള്ള ഇൻഷുറൻസ് അല്ല, പല പല ടൈപ്പുകളാണ്. ഇൻഷുറൻസ് തന്നെ പല രീതിയിലാണ് ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഹോസ്പിറ്റലൈസേഷൻ കവർ, ഹോസ്പിറ്റൽ ക്യാഷ് കവർ, ക്രിട്ടിക്കൽ ഇൽനസ് കവർ, പേഴ്സണൽ ആക്സിഡന്റ് കവർ ആൻഡ് ടോപ്പ് അപ്പ് കവർ. അങ്ങനെ 5 രീതികളിലുള്ള ഇൻഷുറൻസുകൾ ഉണ്ട് എന്നാണ് പറയാ. 5 എണ്ണം എന്താന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ഹോസ്പിറ്റലൈസേഷൻ കവർ ആണ്. എന്താ? ഡ്യൂ ടു ദ ഹോസ്പിറ്റലൈസേഷൻ ഓഫ് ദ പേഷ്യന്റ് ഫോർ ട്രീറ്റ്മെന്റ്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഇൽനസ് അല്ലെങ്കിൽ ആക്സിഡന്റ് വരുമ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന പേഷ്യൻസിന് കൊടുക്കേണ്ടി വരുന്ന ചെലവുകളാണ് ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറയുന്നത്. Hospitalization cover provides the insured for cover of all expenses arising out of hospitalization owing to treatment needed to the illness or accidents. കണ്ടല്ലോ, സിമ്പിൾ സെന്റൻസ് ആണ്. ആക്സിഡന്റുകളോ രോഗങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിയുമ്പോൾ അതിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകളൊക്കെ ഇൻഷുറൻസിന്റെ കവറേജിൽ വരികയാണ്. ആ ചെലവുകളെല്ലാമാണ് ഹോസ്പിറ്റലൈസേഷൻ. അപ്പൊ അതെല്ലാം കൊടുക്കാവുന്നതാണ് ഇൻഷുറൻസ് കമ്പനി എഗ്രി ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനാ പേര് വന്ന ഹോസ്പിറ്റലൈസേഷൻ കവർ. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്? ടു മേക്ക് ഗുഡ് ദ ലോസ് വിച്ച് ദ ഇൻഷുർഡ് ഈസ് സഫറിംഗ് ഫ്രം. ആ ഒരു കാരണം കൊണ്ട്, അതായത് ആ ഒരു ആക്സിഡന്റോ ഇൽനസോ ഉണ്ടായത് കൊണ്ട് ആ ഇൻഷുർഡിന് ഉണ്ടായിരുന്ന പലതരത്തിലുള്ള നഷ്ടങ്ങളെ ലഘൂകരിക്കുക എന്നുള്ളതാണ് ഈ ഹോസ്പിറ്റലൈസേഷൻ ക്ലെയിമിന്റെ അല്ലെങ്കിൽ ഇൻഷുറൻസിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിന്റെ പർപ്പസ് അതാണ്. അതായത് ഇൻഷുർഡിന് ആ ഒരു ആക്സിഡന്റ് കൊണ്ടോ ഇൽനസ് കൊണ്ടോ ഉണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടം എന്താ? ഒന്ന്, അദ്ദേഹത്തിന്റെ ജോലിയിലൊക്കെ പോകാൻ പറ്റാതെ ഉണ്ടാകുന്ന ആ നഷ്ടങ്ങളുണ്ട്. പിന്നെ അയാൾക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിയുമ്പോൾ അവിടെ കുറെ ചെലവുകളുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള നഷ്ടങ്ങളെ മേക്ക് ഗുഡ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? ലഘൂകരിക്കുക, സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. ഇൻഡെംനിഫൈ ചെയ്യുക, ഒരുപാട് വേർഡ്സ് നമുക്ക് അവിടെ ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറയ്ക്കുക, ലഘൂകരിക്കുക, സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇത്തരം ഹോസ്പിറ്റലൈസേഷൻ കവർ കൊടുക്കുന്നത്. അപ്പൊ അതിനകത്ത് ഏതൊക്കെ തരത്തിലുള്ള രോഗങ്ങൾക്കൊക്കെ അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ ചെലവാക്കിയിട്ടുണ്ട്, അതിനൊക്കെ റിക്വയർഡ് ബില്ല് ഉണ്ടെങ്കിൽ ആ ബില്ല് എവിഡൻസ് ആയിട്ട് ഹോസ്പിറ്റലിന്റെ ഡോക്യുമെന്റുകളിലൊക്കെ ഉള്ള ബില്ലുകളൊക്കെ ഈ പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസ് കവറേജിൽ വരുന്നുണ്ട്. പക്ഷെ എങ്ങനെയൊക്കെ ഇരുന്നാലും ഓരോ ഇൻഷുറൻസിനും ഹാവ് ബീൻ സം ടേംസ് ആൻഡ് കണ്ടീഷൻസ്. തീർച്ചയായിട്ടും അവർ ചേർത്ത് വെച്ചിരിക്കുന്ന ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാ ഇൻഷുറൻസിനും ഉണ്ടായിരിക്കും. നമ്മള് ഇൻഷുറൻസ് ഒക്കെ എല്ലാവരുടെയും കയ്യിലുണ്ടായിരിക്കും. അതിന്റെ ഒക്കെ ഒരു ബോണ്ട് ഉണ്ടാവും അല്ലെ? നമ്മുടെ കയ്യിലിരിക്കുന്ന ബോണ്ട് എടുത്തിട്ട് അതിന്റെ ബാക്ക് സൈഡിൽ ഒന്ന് നോക്കി കഴിഞ്ഞാൽ പുതുതാന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. എന്ത് കാര്യം നടക്കുമ്പോഴും അതിനകത്ത് ഏറ്റവും അവസാനം കുഞ്ഞിതാക്കി എഴുതി വെക്കുള്ളൂ. അത് ആരെ കണ്ണിപ്പെടാത്ത രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ എന്ന് കണ്ടിട്ടില്ലേ? പല വാലിഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ചില ഓഫറിങ്സും മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾക്കൊക്കെ വിധേയമാകുന്ന സമയത്ത് അവിടെ ആരും അറിയാത്ത രീതിയിൽ ഒരു കുഞ്ഞു സാധനം നമ്മൾ അത് കണ്ടപാടെ കേട്ടപാടെ വലിയ ശബ്ദത്തിലേക്ക് മാത്രം നോക്കിയിട്ട് ഓടി അങ്ങനെ ചെന്നിട്ട് കാര്യമില്ല അല്ലെ? ചില പരസ്യങ്ങളൊക്കെ അങ്ങനെയാണ്. എന്നിട്ട് ലാസ്റ്റ് അറ്റത്ത് കൊണ്ടുപോയി എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലെ? കുഞ്ഞു നക്ഷത്രമൊക്കെ ഇട്ടിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്ത്? ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ അല്ലെ? വളരെ കുറഞ്ഞ നിരക്കിൽ ഇന്നത് കൊടുക്കുന്നു, അത് കൊടുക്കുന്നത്, ഇത് കൊടുക്കുന്നത്. വലുതാക്കി എഴുതിയതും പറഞ്ഞതും മാത്രമേ നമ്മൾ കേൾക്കുള്ളൂ. കുഞ്ഞിതാക്കി എഴുതിയതും നമ്മൾ ശ്രദ്ധിക്കില്ല. അപ്പൊ നമ്മുടെ എല്ലാ ഇൻഷുറൻസിലും അതിൻ്റെതായ ലിമിറ്റേഷൻസും എക്സ്ക്ലൂഷൻസും ഒക്കെ ഉണ്ട്. ഇന്നത് പെടില്ല, ഇന്നത് പെടില്ല എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ റെഫർ ചെയ്യാണ്ട് പോയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോഴേക്കും ഓടിപ്പോയിട്ട് നമ്മൾ ക്ലെയിമിന് അവകാശപ്പെട്ടാൽ അതൊക്കെ അവര് നോക്കി അതിന്റെ ക്ലെയിമിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അപ്ലൈ ചെയ്ത് മാത്രമേ നമുക്ക് ക്ലെയിംസ് തരുള്ളൂ. അപ്പൊ എന്തായാലും ഹോസ്പിറ്റലൈസേഷൻ കവറേജിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഡ്യൂ ടു എനി ഇൽനസ് ഓർ ആക്സിഡന്റ് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ ആ ഒരു ലോസിനെ ഇൻഡെംനിഫൈ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കൊടുക്കുന്ന കവറേജ് ആണ്. ക്ലിയർ ആണോ? ഹോസ്പിറ്റലൈസേഷൻ കവർ മനസ്സിലായോ? ഒന്നാമത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. ഹോസ്പിറ്റലൈസേഷൻ കവർന്ന് ഉള്ളതിന്റെ ആദ്യത്തെ സെന്റൻസ് മാത്രം. എന്താണ് ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. യെസ്, സെക്കൻഡ് വൺ എന്താ? ഹോസ്പിറ്റൽ ക്യാഷ് കവർ ആണ്. അടുത്തത് ഹോസ്പിറ്റൽ ക്യാഷ് കവർ ആണ്. എന്താന്ന് നോക്കാം. ഇത് എന്താ പറയാ, ഹോസ്പിറ്റലൈസേഷൻ എന്ന് വെച്ചാൽ നമ്മൾ കിടന്ന് ചികിത്സിക്കുന്നത് കൂടാതെ, കിടന്ന് ചികിത്സിക്കുമ്പോൾ നമുക്ക് കുറെ ചെലവുകളൊക്കെ വരുന്നുണ്ട്. അതിന് പുറമെ അത് കൂടാതെയും വിച്ച് ആർ നോട്ട് ഈ ഹോസ്പിറ്റലൈസേഷൻ കവറേജിന്റെ കീഴിൽ വരാത്ത ചില ചെലവുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കവറേജ് കൂടി കൊടുക്കുക. അതിനകത്ത് വരാത്തതായിട്ടുള്ള ചിലപ്പോ നമുക്കറിയാം ഈ നോൺ മെഡിക്കൽ ആയിട്ടുള്ള, അതായത് ഹോസ്പിറ്റലിന്റെ ചെലവില്, അതായത് ഇപ്പൊ നമ്മൾ മരുന്ന് വാങ്ങിക്കുന്നു, ട്രീറ്റ്മെന്റ് കിട്ടുന്ന, കൺസൾട്ടേഷൻ കൊടുക്കുന്ന, ഇതിന്റെയൊക്കെ ബില്ലുകൾക്കൊക്കെ
നമുക്ക് അതൊക്കെ ട്രീറ്റ്മെന്റുമായിട്ട് നേരിട്ട് ബന്ധമുള്ളതാ. അത് മെഡിക്കൽ നേച്ചറിലുള്ള ചെലവുകളാണ്. പക്ഷേ നോൺ മെഡിക്കൽ നേച്ചറിലുള്ള ചെലവുകളും എക്സ്പെൻസസും ഉണ്ടാകാറുണ്ട് അല്ലെ? ഒരു ഹോസ്പിറ്റലില് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള പേഷ്യന്റിന് ഉദാഹരണം പറയാമോ? എന്തായിരിക്കും അങ്ങനെ നോൺ മെഡിക്കൽ എക്സ്പെൻസ് ആയിട്ട് വരുന്നത്? നോൺ മെഡിക്കൽ, അതായത് സ്പെഷ്യൽ ഫുഡ്. ഇപ്പൊ അവര് ഹോസ്പിറ്റലില് ഡയറ്റീഷ്യൻ പറഞ്ഞേക്കാണത് ഇങ്ങനെയുള്ള ഫുഡാണ് ഇയാൾക്ക് കൊടുക്കേണ്ടത്. അപ്പൊ ഡയറ്ററി ഫോളോ ചെയ്തിട്ടുള്ള ഫുഡ് കൊടുക്കേണ്ടി വരുമ്പോ ചിലപ്പോൾ അത് കുറച്ച് എക്സ്പെൻസീവ് ഒക്കെ ആയിരിക്കും. പിന്നെ മറ്റേതെങ്കിലും രീതിയിൽ സ്റ്റേ ചെയ്യേണ്ടി വരിക, ഏതെങ്കിലും രീതിയിൽ ഇപ്പൊ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന്റെ ഒപ്പം ബൈസ്റ്റാൻഡേഴ്സ് ഒക്കെ നിൽക്കാനാണെങ്കിലും അവർക്ക് സ്റ്റേ ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ. അപ്പൊ അത് പിന്നെ ഹോസ്പിറ്റലിലേക്ക് എന്താ പറയാ ട്രാവൽ ചെയ്ത് വരുന്നതിന് ഹ്യൂജ് എമൗണ്ട് ഒക്കെ ചിലപ്പോൾ വണ്ടിയെ കുറിച്ച് ആദ്യം നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി, പക്ഷെ അവിടെ രക്ഷയില്ലാത്തതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ ഒത്തിരി ദൂരെയുള്ളവർക്കൊക്കെ എത്രയും പെട്ടെന്ന് ആളെ എത്തിക്കേണ്ട ഒരവസ്ഥയിൽ ആ ഒരു വാഹനം കുറിച്ച് പോകുമ്പോൾ അതും ഹ്യൂജ് എമൗണ്ട് ഒക്കെ തന്നെയാണ് എക്സ്പെൻസ് അല്ലെ? അപ്പൊ നോൺ മെഡിക്കൽ നേച്ചറിലുള്ള ചില എക്സ്പെൻസ് കൂടി ഹോസ്പിറ്റലൈസേഷൻ, നമ്മുടെ തൊട്ടു മുന്നിൽ മോളിൽ പറഞ്ഞ പ്യുവർ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് കൂടാതെയുള്ള മറ്റു ചെലവ് കൂടി ഉൾപ്പെടുത്തുന്ന തരത്തിലുള്ള കവറേജ് ആണ് ഇതിൽ കിട്ടുക, ഹോസ്പിറ്റൽ ക്യാഷ് കവറിൽ കിട്ടുക. ക്ലിയർ ആയാ പറഞ്ഞത്? ഏതൊക്കെയാണെന്ന് അതിന്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. എക്സ്പെൻസസ് ഡ്യൂ ടു ട്രാവലിംഗ് ടു ആൻഡ് ഫ്രം ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാനും അവിടെ നിന്ന് കൊണ്ടുപോകാനും സ്റ്റേ ചെയ്യുന്നതിന് വേണ്ടി വരുന്ന ചെലവ്, സ്പെഷ്യൽ ഡയറ്ററി ഫുഡ് എക്സ്പെൻസസ്, ഇതൊക്കെ ആണ് നമ്മുടെ ഹോസ്പിറ്റൽ ക്യാഷ് കവറിൽ വരിക. മറ്റേതെന്ന് പറഞ്ഞാൽ കിടത്തി ചികിത്സയുമായി ബന്ധപ്പെട്ടതാണ്, മരുന്ന് കൊടുക്കുന്നത്, ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്നതിന്റെ ഫീസുകളോ ചാർജസോ ICU ചാർജസോ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ അത് ട്രൂ ആയിട്ട് അല്ലെങ്കിൽ പ്യുവർ ആയിട്ട് മെഡിക്കൽ എക്സ്പെൻസ് ആണ്. പക്ഷെ നോൺ മെഡിക്കൽ എക്സ്പെൻസുകളും വരുന്നുണ്ട് അതിനകത്ത്, അധിക ചെലവുകളായിട്ട് വരുന്നതാണ് അത്. ചിലർക്ക് അതുപോലെ സഹിക്കാൻ എന്താ പറയാ സഫർ ചെയ്യാൻ അല്ലെങ്കിൽ അത് പോലും അവർക്ക് ബെയർ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ആ ചെലവുകൾ കൂടി മീറ്റ് ചെയ്ത് കൊടുക്കണ്ടേ? അപ്പൊ അങ്ങനെയുള്ള ഒരു നേച്ചറിലുള്ള ഇൻഷുറൻസ് ആണ് ഹോസ്പിറ്റൽ ക്യാഷ് കവർ. അപ്പൊ മോളിൽ പറഞ്ഞ ഹോസ്പിറ്റലൈസേഷൻ കവറിനേക്കാളും കൂടി കുറച്ചുകൂടി നല്ല രീതിയിലുള്ള ഒരു ഇൻഷുറൻസ് ആണ് ഇത്, ഹോസ്പിറ്റൽ ക്യാഷ് കവർ കിട്ടുന്ന ഇൻഷുറൻസ് അല്ലേ? അല്ലേ അല്ലേ എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. മറ്റേതില് ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ മെഡിക്കൽ എക്സ്പെൻസുകൾ മാത്രം ട്രീറ്റ് ചെയ്യാനുള്ള ചെലവുകൾ മാത്രമേ മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനി കവറിൽ തരുന്നുള്ളൂ. അതേസമയം ഹോസ്പിറ്റൽ ക്യാഷ് കവറിനകത്ത് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അവിടേക്ക് എത്താനോ അല്ലെങ്കിൽ ഫുഡ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പേഷ്യന്റിന് ഏതെങ്കിലും തരത്തിലുള്ള സ്പെഷ്യൽ ഫുഡ് ഡയറ്ററി ഫോളോ ചെയ്തിട്ടുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് സ്റ്റേ ചെയ്യാനോ ഉള്ള എക്സ്പെൻസും അതിനകത്ത് വരുന്നുണ്ട്. അത് ഇൻഷുറൻസ് കമ്പനി മറ്റേതിൽ കൊടുക്കുന്നില്ല. ഏതില്ല? ഒന്നാമത്തെ ആ ടൈപ്പിൽ കൊടുക്കുന്നില്ല, ഹോസ്പിറ്റലൈസേഷൻ കവറിൽ ഇല്ല. ഇത് ഹോസ്പിറ്റൽ ക്യാഷ് കവറിൽ മാത്രമേ ഉള്ളൂ. ഐ തിങ്ക് മനസ്സിലായിട്ടുണ്ടാകും അല്ലെ? മനസ്സിലായോ? പോയോ അല്ലെങ്കിൽ എല്ലാവരും? ഓക്കെ. നെക്സ്റ്റ് തേർഡ് വൺ. അടുത്തത് എന്താ? അടുത്ത ടൈപ്പാണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ ആണ്. ക്രിട്ടിക്കൽ എന്ന് വെച്ചാൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഇൽനെസ്സുകളെ കവർ ചെയ്യുന്ന ബെനിഫിറ്റ് കൊടുക്കുന്ന ഇൻഷുറൻസ് ആണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ. സച്ച് ആസ് എന്ത് തരത്തിലുള്ള ക്രിട്ടിക്കൽ ഇൽനെസ്സുകളാ? സച്ച് ആസ് ക്യാൻസർ, പാരലൈസിസ്, മേജർ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ എക്സെട്ര. അതായത് പ്രധാനപ്പെട്ട ഏതെങ്കിലും അവയവങ്ങൾ മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ക്യാൻസർ അല്ലെങ്കിൽ പാരലൈസ് ആയിട്ട് പോകുന്ന എന്താ പറയാ പേഷ്യൻസ് ഭയങ്കരമായിട്ട് തളർന്നു പോകുക. അപ്പൊ അങ്ങനെയുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസ് അല്ലെങ്കിൽ ഇൽനെസ്സുകളെ കവർ ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരം ബെനിഫിറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന പോളിസിയാണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി എന്ന് പറയുന്നത്. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വരുന്ന ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകൾ എന്താണ് പറയാ? ചില ഇതിനകത്ത് എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ പ്യുവർ ഒന്നാമത്തേനകത്ത് കവറേജിൽ വരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള എന്താ പറയാ ഈ രോഗങ്ങൾക്ക് കുറച്ച് ദിവസമൊന്നും പോരാ, ഒരു പ്രൊലോങ്ഡ് ട്രീറ്റ്മെന്റ് ഒക്കെ ആവശ്യം വരും. ചിലപ്പോ ഒക്കെ ഡിസ്ചാർജ് ചെയ്ത് കുറച്ച് ദിവസത്തെ ഹോസ്പിറ്റലിൽ കിടന്ന് പിന്നെ ഡിസ്ചാർജ് ചെയ്ത് പിന്നെ വീണ്ടും ഇടയ്ക്ക് വന്ന് ഫോളോ അപ്പിന് വേണ്ടി ഇടയ്ക്കൊക്കെ വരേണ്ടി വരും. അപ്പൊ അഡീഷണൽ കോസ്റ്റുകൾ അവർക്ക് വീണ്ടും വരുന്നുണ്ട്. ചില മറ്റേ ആദ്യത്തെ പറഞ്ഞ കവറേജിനകത്ത് അത് വരില്ല, ഹോസ്പിറ്റലൈസ്ഡ് ആയാൽ മാത്രമേ കിട്ടുള്ളൂ, അവിടെ കിടക്കുമ്പോൾ ഉള്ള ചികിത്സിക്കുള്ളത്. പക്ഷെ ഇങ്ങനെയുള്ള ചില രോഗങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടി വരൂലേ? ഇപ്പൊ പാരലൈസ്ഡ് ആകുക, ക്യാൻസർ വരിക, ഡയാലിസിസ് ഒക്കെ നടത്തേണ്ടി വരും. അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയാ ക്യാൻസേഴ്സ് ഉള്ളവർക്കൊക്കെ മറ്റ് റേഡിയോളജി കീമോതെറാപ്പി ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പൊ അതിനൊക്കെ വണ്ടി എടുത്ത് ആൾക്കാരെ കൊണ്ടുപോകേണ്ടി വരും. എന്തോരം ചെലവാ വരുന്നേ? അപ്പൊ അത് നമ്മുടെ ആദ്യത്തെ പറഞ്ഞ ടൈപ്പിനകത്ത് ഇല്ല. അതിനും കൂടി വേണ്ടി കവർ ചെയ്യുന്ന ചില പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഇൽനെസ്സുകളെ
എന്താ പറയാ ആ വരുന്ന അഡീഷണൽ എക്സ്പെൻസുകളെല്ലാം കവർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു കവറേജ് ആണ് നമ്മുടെ ക്രിട്ടിക്കൽ ഇൽനെസ് കവറിൽ കിട്ടുക. മനസ്സിലായോ? അത് മാത്രമല്ല അത്തരം ആ ഒരു കാരണങ്ങൾ കൊണ്ട് അവരുടെ പോസിബിൾ ലോസ് ഓഫ് ഇൻകം കൂടി കവർ ചെയ്യുന്നുണ്ട്. ആ ഒരു കുടുംബത്തിൽ ഉണ്ടാകുന്ന വരുമാന നഷ്ടത്തെ കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു എന്താ പറയാ പോളിസിയാണ് ഏത് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എന്ന് പറയുന്നത്. എല്ലാം ഒരുപോലത്തെ പോളിസി അല്ലട്ടാ, എല്ലാത്തിനും വ്യത്യസ്തതകളുണ്ട്. ഓരോ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹോസ്പിറ്റലൈസേഷൻ കവറിനേക്കാൾ ഒരുപാട് ബെറ്റർ ആണ് ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറയുന്നത്. അതിനേക്കാൾ ബെറ്റർ ആണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എന്ന് പറയുന്നത് അല്ലെ. മറ്റേത് എന്ന് പറയാൻ ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൽനെസ്സുകൾക്ക് അപ്പൊ പോയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയി കുറച്ച് ദിവസം കിടന്നു, അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ പോന്നു, വീട്ടിലേക്ക് വിടും. അധിക നാളുകളും നമ്മൾ അവിടെ കിടത്തില്ലല്ലോ, കുറച്ച് വിധമൊക്കെ ഭേദമാകുമ്പോൾ വിടും. പക്ഷെ ആ ഒരു രോഗം നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന രോഗങ്ങളല്ല. ഇപ്പൊ പറഞ്ഞ പോലത്തെ രോഗങ്ങൾ, ക്യാൻസർ, ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഒരുപാട് നാളത്തേക്ക് റെസ്റ്റ് ചെയ്യേണ്ടി വരും. അതുമായി ബന്ധപ്പെട്ടിട്ട് ചിലപ്പോൾ ചില രോഗങ്ങളൊക്കെ പുതിയ ആളുകൾ വരും. അപ്പൊ അതിനൊക്കെ ചെലവ് വരൂലേ? അത്തരം അഡീഷണൽ എക്സ്പെൻസ് ഒക്കെ കവർ ചെയ്യുന്നതാണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ. ക്ലിയർ ആയോ? ഈ മൂന്നെണ്ണം: ഹോസ്പിറ്റലൈസേഷൻ കവർ, ഹോസ്പിറ്റൽ ക്യാഷ് കവർ, ക്രിട്ടിക്കൽ ഇൽനെസ് കവർ. വാട്ട് ഈസ് മനസ്സിലായല്ലോ? ഒന്ന് വായിച്ചു നോക്കിയേ വേഗം. വായിച്ചോ? അടുത്ത പറഞ്ഞോട്ടെ? ആരെണ്ണം കൂടി ഞങ്ങൾ പറഞ്ഞു നിർത്താം. അടുത്തത് പലതരത്തിലുള്ള ഗവൺമെന്റിന്റെ പോളിസീസ് ആണ് അടുത്തത് കഴിഞ്ഞ് പഠിക്കാനുള്ള. ഓരോരോ തരത്തിലുള്ള ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരുപാട് പോളിസീസ് ഒക്കെ ഉണ്ട്. സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ നമുക്ക് അടുത്ത ദിവസം എടുക്കാം. ഇപ്പൊ ഞാൻ അടുത്ത 2 പോയിന്റ് കൂടി, അതായത് മറ്റ് ടൈപ്പിലുള്ള ഇൻഷുറൻസ് കവറേജ് കിട്ടുന്ന പോളിസീസിനെ കുറിച്ചിട്ടാണ്. ഒന്ന് അടുത്തത് ഏതാ? പേഴ്സണൽ ആക്സിഡന്റ് കവർ. നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. വ്യക്തിപരമായിട്ടുള്ള ചില ആക്സിഡന്റുകൾ ഉണ്ടാകുമ്പോൾ അതിനെ കവർ ചെയ്യുന്ന പോളിസിയാണ്. ആക്സിഡന്റ് പോളിസി കവേഴ്സ് ദ ഇൻഷുർഡ് ഫോർ എക്സ്പെൻസസ് ലയബിൾ ടു ബി പെയ്ഡ് ഓൺ ഓൺലി ഓൺ അക്കൗണ്ട് ഓഫ് ആക്സിഡന്റ്. ആക്സിഡന്റിന് മാത്രമേ അത് കിട്ടുള്ളൂ. ആക്സിഡന്റ് തന്നെ വേണം, അല്ലാണ്ട് വെറുതെ രോഗം ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഇൻഷുറൻസ് എടുക്കുന്നവർക്ക്, പേഴ്സണൽ ആക്സിഡന്റ് കവർ എടുക്കുന്ന അത്തരം പോളിസിയാണ് ഹാൻഡിൽ ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യില്ല, വേറെ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളുമായി ബന്ധപ്പെട്ട് കവറേജ് കിട്ടില്ല. ഓൺലി വെൻ ദ ആക്സിഡന്റ് ഒക്കേഴ്സ്. ആ ഒരു ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് അതിന്റെ ബെനിഫിറ്റിന് അർഹതയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ആ കവറിന്റെ ആ ഒരു ഓപ്ഷൻ അനുസരിച്ച് സംടൈംസ് അത് എന്താ പറയാ ഫുൾ എമൗണ്ട്, ഒരു ലംസം എമൗണ്ട് ആയിട്ട് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക, ബേസ്ഡ് ഓൺ ദ ഡിഗ്രി ഓഫ് ഇഞ്ചുറി ഓർ ഡിസബിലിറ്റി ഓർ ഡെത്ത്. അതായത് ആ ഒരു എന്താ പറയാ കവറേജിൽ കൊടുക്കുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ എന്താ പറയാ ആ ലോസ്, അതിന്റെ ആ ഗൗരവം മനസ്സിലാക്കിയിട്ടാണ്. ആ നഷ്ടം, ചിലപ്പോൾ ചില ആളുകൾക്ക് ആക്സിഡന്റിൽ ചിലപ്പോൾ ചില ശരീരഭാഗങ്ങൾ ഡിസേബിൾഡ് ആയി പോകും അല്ലെ, നഷ്ടപ്പെട്ടു പോകാം, ഡിസേബിൾഡ് ആകാം, അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം. അതിന്റെ ഗൗരവം എത്രത്തോളാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു പോളിസിയിലെ ഒരു ലംസം എമൗണ്ട് ആയിരിക്കും പേഴ്സണൽ ആക്സിഡന്റ് കവറിൽ കിട്ടുക. ക്ലിയർ ആയിട്ടുണ്ടാകും അല്ലെ? സിമ്പിൾ അല്ലേ? പേഴ്സണൽ ആക്സിഡന്റ് കവർ ക്ലിയർ ആയ? വായിച്ചു നോക്കിയേ. Accident policy covers the insured for expenses liable to be paid only on account of accident. Accident ഉണ്ടായാൽ മാത്രം കിട്ടുന്ന ഒരു പോളിസിയാണ് പേഴ്സണൽ ആക്സിഡന്റ് കവർ. This is a benefit plan which is opted to cover a lump sum amount based on the degree of disability or death. മരണമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങളോ സംഭവിക്കുമ്പോൾ അതിന്റെ ഗൗരവം അടിസ്ഥാനമാക്കിയിട്ട് ഒരു ലംസം എമൗണ്ട് ആയിരിക്കും ഈ ഒരു പ്ലാനിൽ ബെനിഫിറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. സെന്റൻസ് ക്ലിയർ ആയ? ഓക്കെ, യെസ്.
അടുത്തത് ലാസ്റ്റ് വൺ ടൈപ്സ് ഓഫ് ഇൻഷുറൻസിൽ ലാസ്റ്റത്തേതാണ് ടോപ്പ് അപ്പ് കവർ. ഇനി ടോപ്പ് അപ്പ് കവർ എന്ന് പറയുന്നത് നമ്മളുടെ നിലവിലുള്ള ഹോസ്പിറ്റലൈസേഷൻ പോളിസിയിൽ നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു പോളിസിയാണ്. ഇപ്പൊ നമ്മള് ഒരു ഉദാഹരണം പറഞ്ഞാലേ നമ്മുടെ ഫോണിൽ ചാർജ് ചെയ്യും അല്ലെ, നമ്മൾ ഓരോ പ്ലാൻ എടുത്തിട്ടാണ് ചാർജ് ചെയ്യുക അല്ലെ, 1 മന്തിലേക്ക്, ചിലർ 2 മന്ത്സിലേക്ക്. ആ പ്ലാനുകളുടെ മറ്റു ബെനിഫിറ്റുകളൊക്കെ നമ്മൾ നോക്കും. അതിന് എത്ര ലിമിറ്റഡ് ഡാറ്റാസ് ഉപയോഗിക്കാം എന്നുള്ളത് നോക്കും. അങ്ങനെയൊക്കെ നോക്കി എത്ര കോൾസ് ഉണ്ട്, അൺലിമിറ്റഡ്. ഇപ്പൊക്കെ എല്ലാം കോൾസ് അൺലിമിറ്റഡ് ആണ്. ഡാറ്റ പ്ലാൻ നോക്കിയിട്ടാണ് നമുക്ക് ആ ഒരു ചാർജ് നമുക്ക് എടുക്കാൻ പറ്റുക, പ്രീപെയ്ഡ് ആയിട്ട് എടുക്കാൻ പറ്റുക. അപ്പൊ നമ്മൾ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് എന്താണ് വരുന്നത്, നമ്മൾക്ക് ആ ഒരു ഏതെങ്കിലും ഒരു എന്താ പറയാ കണക്ഷൻ നമ്മൾ എടുക്കുമ്പോൾ അത് നമുക്ക് വാലിഡ് ആക്കി കിട്ടുന്ന നമ്മൾ ആ ഒരു കണക്ഷന്റെ ഇതിൽ നിന്നുകൊണ്ട് ഒരു എന്താ പറയുക പീരീഡ് ഒക്കെ ഉണ്ട്. ചിലപ്പോഴൊക്കെ ഇല്ലേ നമ്മുടെ കാലാവധിയൊക്കെ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ രണ്ടാമതൊക്കെ റിന്യൂ ചെയ്യേണ്ടി വരും അല്ലെ. അങ്ങനെ പറ്റാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ പ്രാവശ്യവും നമ്മളുടെ ഡാറ്റാസും അതുപോലെ തന്നെ നമ്മുടെ ഡ്യൂറേഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ആ സമയം കഴിയുമ്പോൾ നെക്സ്റ്റ് അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അടുത്തത് നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. അതേസമയം നമ്മൾ ചാർജ് ചെയ്യാതെ അവിടെ ഇട്ട് കഴിഞ്ഞെങ്കിൽ നമ്മളുടെ ആയത് കട്ടായി പോകും അല്ലെ, കണക്ഷൻ കട്ടായി പോകും. ഇവിടെ നമ്മുടെ ഈ ടോപ്പ് അപ്പ് കവറിനകത്ത് നിലവിലുള്ള ഇതേപോലെ തന്നെ നമ്മളൊരു പോളിസി ഏതെങ്കിലും എടുത്തിരിക്കുകയാണെന്ന് വിചാരിക്കാം. എന്നാൽ നമ്മൾ ആ പോളിസിയുടെ എമൗണ്ട് ഇപ്പൊ ഒരു ഇയറിലേക്കൊക്കെയാണ് ഒരു പോളിസിയിലെ കുറെ ബെനിഫിറ്റുകൾ അവർ ഓഫർ ചെയ്യുന്നത്. പിന്നെ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ മാക്സിമം ഇത്ര, ഒരു വർഷത്തിൽ ഇത്ര രൂപ വരെയെങ്കിലും മാക്സിമം ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യും എന്നൊക്കെയാണ്. ഒരു വർഷത്തേക്കാണ് കേട്ടോ പറയുന്നത്. അപ്പൊ ചിലപ്പോ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ നമുക്ക് രോഗങ്ങൾ വരാൻ പാടുള്ളൂ, ഹോസ്പിറ്റലൈസ്ഡ് ആകാൻ പാടുള്ളൂ, ആക്സിഡന്റ് വരാൻ പാടുള്ളൂ ഒന്നും നിർബന്ധമില്ല. അത് ഒരു വർഷത്തിൽ തന്നെ വരണമെന്നും നിർബന്ധമില്ല. ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? ഇല്ല. അത് മനുഷ്യന്റെ ഒരു ഇതനുസരിച്ച് പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ചിലപ്പോ നമുക്ക് ഒരു വർഷത്തിൽ നമുക്ക് ആ ഒരു എമൗണ്ട്, ഇപ്പൊ ഒരു 5 ലക്ഷം രൂപയുടെ എന്തെങ്കിലും ഒരു പോളിസി നമ്മൾ എടുത്തിരിക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്സിഡന്റോ മറ്റു കാര്യമൊക്കെ അതില് ഒരു മാക്സിമം ഒരു എന്താ പറയുക മെജോറിറ്റി ഓഫ് ദി എമൗണ്ട് നമുക്ക് ആ ഒരു ആക്സിഡന്റ് നമ്മളത് ഉപയോഗിച്ചു. ആ ഇയറിൽ തന്നെ ബിഫോർ കംപ്ലീറ്റ്, ആ ഇയർ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഡിസീസ് വന്ന് നമ്മുടെ രോഗം വന്നിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയി. അപ്പൊ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഇയറിൽ നേരത്തെ നമ്മൾ ഒരു മെജോറിറ്റി ആ ഇൻഷുറൻസിന്റെ ക്ലെയിം ഒക്കെ നമുക്ക് തന്നു, അത് ഉപയോഗിച്ച് കഴിഞ്ഞു. ഇനി ബാക്കി ചിലപ്പോൾ കുറച്ച് എമൗണ്ടോ നിൽക്കണ്ടാവുള്ളൂ, ചിലപ്പോൾ അത് കംപ്ലീറ്റ്ലി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. സോ ഹിയർ ഇറ്റ് ഈസ് എ ചാൻസ്, ഇവിടെ ഒരു ചാൻസ് ഉണ്ട്. വി ക്യാൻ ടോപ്പ് അപ്പ് അവർ കവറേജ്. നമുക്ക് ഈ എന്താ പറയാ കവറേജ് നമ്മുടെ നിലവിലുള്ള പോളിസിയോടൊപ്പം കുറച്ച് പ്രീമിയം കൂടി എക്സ്ട്രാ അടച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കതിനെ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം. എന്ന് വെച്ചാൽ കുറച്ച് അവര് പറയുന്ന എക്സിസ്റ്റിംഗ് പോളിസിയോടൊപ്പം ഇൻഷുർഡിന് ടോപ്പ് അപ്പ് കവർ കിട്ടുന്ന ഒരു രീതിയിലുള്ള എക്സ്ട്രാ എന്താ പറയാ എക്സ്പെൻസസ് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്ട്രാ എമൗണ്ട് അടച്ചിട്ട് നമുക്ക് ഈ കവറിന്റെ കൂടെ ആഡ് ഓൺ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഫെസിലിറ്റിയാണ് ടോപ്പ് അപ്പ് കവറിനുള്ളത്. നിലവിലുള്ള പോളിസിയുടെ ഒപ്പം കുറച്ചുകൂടി എമൗണ്ട് കൂടുതൽ പ്രീമിയം ആയിട്ട് അടച്ച് നമ്മൾക്കുണ്ടാകുന്ന എക്സ്ട്രാ എക്സ്പെൻസുകളെ മീറ്റ് ചെയ്യാൻ വേണ്ടി അത്തരം ഹോസ്പിറ്റലൈസേഷൻ കെയറുകൾ അല്ല എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന കവറേജിനെയാണ് ടോപ്പ് അപ്പ് കവർ എന്ന് വിളിക്കുക. A top-up health cover is considered as an extension over your current health or hospitalization policy. നിലവിലുള്ള ഹോസ്പിറ്റലൈസേഷൻ പോളിസിയോടൊപ്പം നമുക്ക് കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടാൻ വേണ്ടി എടുക്കുന്ന ഒരു കവറിനെയാണ് ടോപ്പ് അപ്പ് ഹെൽത്ത് കവർ എന്ന് വിളിക്കുക. ഓക്കെ, അതൊന്ന് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാമോ? ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. അതോടൊപ്പം തന്നെ ആ സെന്റൻസിനകത്ത് സോറി ആ ഒരു ടോപ്പ് അപ്പ് കവറിനകത്ത് തന്നെ അടുത്ത ലാസ്റ്റ് സെന്റൻസ് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ഇൻ കേസ് ഓഫ് ഹയർ എക്സ്പെൻസസ് ഡ്യൂ ടു ഇൽനസ് ഓർ ആക്സിഡൻസ്, നമുക്കുണ്ടാകുന്ന കൂടുതൽ രോഗങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ആക്സിഡന്റുകൾ, when the existing policy sum insured gets exhausted. എന്താ എക്സോസ്റ്റഡ് ആവുക എന്ന് പറഞ്ഞാൽ തീർന്നു പോകുക. നമ്മളുടെ നിലവിലുണ്ടായിരുന്ന പോളിസിയുടെ എമൗണ്ട് തീർന്നു പോയി, കാരണം നമ്മൾ അത് ഉപയോഗിച്ചു കഴിഞ്ഞു. എന്നാൽ നമുക്ക് വീണ്ടും നമുക്ക് എന്തെങ്കിലും ആക്സിഡന്റോ എക്സ്പെൻസോ നമുക്ക് വേണ്ടി വന്നു മീറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഈ ടോപ്പ് അപ്പ് കവർ നമുക്ക് സംരക്ഷണം നൽകും എന്നാണ് പറയുന്നത്. ടോപ്പ് അപ്പ് കവർ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ടോപ്പ് അപ്പ് കവർ ടേക്സ് കെയർ ഓഫ് ദ എക്സ്ട്രാ എക്സ്പെൻസസ് എന്നുള്ള ആ സെന്റൻസ് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റൻസ് ആണ്. മറ്റേതിലൊക്കെ ആദ്യത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. ഏതാ? ഹോസ്പിറ്റലൈസേഷൻ ഇൻഷുറൻസ് കവറിനകത്ത് ഞാൻ പറഞ്ഞു നിങ്ങളോട് ആദ്യത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാൻ. ഹോസ്പിറ്റൽ ക്യാഷ് കവറിലും ആദ്യത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ക്രിട്ടിക്കൽ ഇൽനെസ്സിനകത്തും ആദ്യത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ആദ്യത്തെ സെന്റൻസ് എന്ന് പറയുമ്പോൾ ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി is a benefit cover that covers the insured for any serious critical illness such as cancer, paralysis, major organ transplant എന്ന് വരെ മതി. അവിടെ വരെ മതി. ട്രാൻസ്പ്ലാന്റ് ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് വരെ.
ഓക്കെ, അടുത്തതില് പേഴ്സണൽ ആക്സിഡന്റിൽ ആദ്യത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ടോപ്പ് അപ്പ് കവറിൽ ആദ്യത്തെയും അവസാനത്തെയും സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. അതിന്റെ ഇടയിൽ ഒരു സെന്റൻസ് ഉണ്ട്, അത് വേണമെന്നില്ല. ഓക്കെ, എന്താണ് ക്ലിയർ ആയോ? ഇവിടെ വരെ 5 ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ക്ലിയർ ആയോ? എനി ഡൗട്ട്? ഇതിൽ ഡൗട്ട് ഉണ്ടോ? 5 ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ആണ് നമ്മൾ പറഞ്ഞത്, അത്രയും പറഞ്ഞ് നിർത്താണ്. എന്താ പറയണ്ടേ? എന്തു? വിച്ച് വൺ? ഏതാ? ടോപ്പ് അപ്പ് കവറാണോ? നിലവിലുള്ള നമുക്ക് നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒരു വർഷം കൊണ്ട്, ഇപ്പൊ നമുക്കറിയാലോ ഇൻഷുറൻസ് എടുക്കുന്നത് ജീവിതകാലം മുഴുവൻ എടുക്കുന്നത് ലൈഫ് ഇൻഷുറൻസ്. അതല്ലാതെ ഇതുപോലെയുള്ള ഹെൽത്ത് ഇൻഷുറൻസുകൾ എടുക്കുന്നത് അതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത് 1 ഇയർ ബിറ്റ്വീനിലാണ്. ആ ഒരു ഇയറിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ ഇത്ര രൂപ എന്നുണ്ട്. ആ ബെനിഫിറ്റ് ഇത്ര രൂപയ്ക്ക് ഇത്ര രൂപ എന്നുണ്ട്. 1 ലാക്ക് ആകാം, 5 ലാക്ക് ആകാം. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ അത് ഉപയോഗിച്ചു കഴിഞ്ഞു എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ആക്സിഡന്റോ എന്തെങ്കിലും ഡിസീസോ വന്ന് നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി, അപ്പൊ നമ്മൾ ആ ഒരു എമൗണ്ട് അവിടെ തീർന്നു പോയി എന്ന് വിചാരിക്കാം. അങ്ങനെ തീർന്നു പോയാൽ നിലവിലുള്ള പോളിസി തീർന്നു പോയല്ലോ, അപ്പൊ നമുക്ക് ഇനി വേറെ പോളിസി എടുത്തിട്ട് വേണം. വേണ്ട, നിലവിലുള്ള ആ പോളിസിയോടൊപ്പം ആ എക്സ്ട്രാ എക്സ്പെൻസുകളെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പ് അപ്പ് കവർ നമുക്ക് ചെയ്യാന്ന്. നമ്മള് മറ്റേ ഫോണൊക്കെ ടോപ്പപ്പ് കവർ ചെയ്യുന്നല്ലേ, പണ്ടൊക്കെ ടോപ്പപ്പ് ചെയ്യാന്നല്ലേ പറഞ്ഞിരുന്നേ. പണ്ടൊക്കെ നമ്മൾ ഫോണിനെ ചാർജ് ചെയ്യുമ്പോ എന്താ പറഞ്ഞിരുന്നത്? ടോപ്പപ്പ് ചെയ്യണം, 20 രൂപയ്ക്ക് 10 രൂപയ്ക്കൊക്കെ ടോപ്പപ്പ് ചെയ്ത് തുറക്കണ്ടോ? നിലവിലുള്ള ആ ഒരു എന്താ പറയാ, അതിന്റെ ഒരു എന്താ പറയാ എക്സ്പയറി കഴിയുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം? 20 രൂപയ്ക്ക് 10 രൂപയ്ക്ക് 50 രൂപയ്ക്ക് ആളുകൾ ടോപ്പപ്പ് ചെയ്ത് വരുന്നത്. ഇപ്പൊ അങ്ങനെയില്ല, ഇപ്പൊ അൺലിമിറ്റഡ് യൂസേജ് ആണ്. അതുകൊണ്ട് എത്ര രൂപയുണ്ട്? 300 അല്ലെ, 299 അങ്ങനെയൊക്കെയാണ് വില വരുന്നത്. നമ്മുടെ എന്താ പറയാ ഈ മൊബൈൽ ചാർജസ് ഒക്കെ ചാർജ് ചെയ്യുന്നത്. അതുപോലെ നമ്മളുടെ ഇൻഷുറൻസിന്റെ കവറേജിലുള്ള എമൗണ്ട് തീർന്നു കഴിഞ്ഞാൽ ഗെറ്റ്സ് എക്സ്ഹോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ തീർന്നു പോയി എങ്കിൽ അത് നമുക്ക് ഈ ടോപ്പ് അപ്പ് കവറിലൂടെ നമ്മുടെ എക്സ്ട്രാ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബെനിഫിറ്റ് ഈ ഒരു പോളിസി തരുന്നുണ്ട്. എങ്ങനെ? ടോപ്പ് അപ്പ് കവർ നൽകുന്ന പോളിസീസ് ഉണ്ട് എന്നാണ് പറയാ. അപ്പൊ 5 ടൈപ്പ്. അപ്പൊ ക്ലിയർ ആയോ? ഇന്ദു ക്ലിയർ ആയില്ലേ? ഓക്കെ, നമ്മൾ ഇവിടെ വരെ എടുക്കുന്നുള്ളൂ. ഞാൻ ഇത്ര അധികം എടുക്കുന്നില്ല, കാരണം നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കുക. ചില ആളുകൾക്ക് സയൻസ് മാത്രം എടുത്ത് പഠിച്ച ആൾക്കാർക്കൊക്കെ ഉണ്ടായിരിക്കും, അപ്പൊ ചിലപ്പോ ഇത് അത്ര കണ്ട് പെട്ടെന്ന് ദഹിക്കില്ല. അത്ര വലിയ കാര്യമൊന്നുമില്ല. ഇത് കാരണം നമുക്കറിയുന്നൊരു ഇതൊക്കെ കോമൺ ആയിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് വേണ്ടി വരുന്ന ചില കാര്യങ്ങളായതുകൊണ്ടേ എന്നാലും ഞാൻ എടുക്കുന്നുള്ളൂ. ഓക്കെ, ഇനി ഞാൻ കാര്യം ചോദിക്കട്ടെ, തേർഡ് മൊഡ്യൂളിലെ എല്ലാം തീർന്നോ? ടീച്ചേഴ്സിന്റെ തേർഡ് മൊഡ്യൂളൊക്കെ തീർന്നിട്ട് ഫോർത്തിലേക്ക് എല്ലാവരും കയറിയോ? ഹലോ, പറയാമോ? തീർന്നിട്ടില്ല തേർഡ് മൊഡ്യൂള്.